ഹരിയും ആത്മീയമായ സാധനയനുഷ്ഠിക്കുന്ന തുടക്കക്കാരിൽ ചിലരുടെയെല്ലാം മനസ്സിൽ വളരെ പ്രബലമായി പിടിപെട്ടിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ധനം ആത്മീയതയ്ക്ക് വിരുദ്ധമാണെന്ന്. ധനത്തെ ഉപേക്ഷിച്ചാലേ ആത്മീയമായ ഉയർച്ച കിട്ടുമെന്ന്. കാരണം ധനത്തെ അവർ ഭൗതികമായ ഒരു സമ്പത്തായി കണ്ട് ഭൗതികതയെ ആത്മീയതയിൽ നിന്നും അകറ്റി നിർത്തി ആത്മീയത തനതായി നിന്നുകൊണ്ട് ഉയരാനുള്ളതാണെന്നും ഈ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതാണെന്നുമുള്ള ഒരു ധാരണയുണ്ടായതുകൊണ്ട് ധനത്തെ അവർ വളരെ തുച്ഛമായി ഗണിച്ചു, ആത്മീയതയുടെ ശത്രുവായി ഗണിച്ചു. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ നമ്മുടെ പൂർവികർ, ആ മഹർഷീശ്വരന്മാർ ധനത്തെ ദേവിയായിട്ടാണ് കണ്ടിരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ അവന് 4 സാധനങ്ങൾ ഉണ്ടാവണം എന്നാണ് അവർ ധരിച്ചിരുന്നത്. ആ 4 സാധനങ്ങൾക്കാണ് അവർ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന പേര് കൽപ്പിച്ചിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ അർത്ഥം എന്ന് പറയുന്നത് ധനമാണ്. ഇവിടെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആയുസ് പരിപൂർണമായി അനുഭവിച്ച് ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് ജീവിച്ച് നല്ല ധനത്തെ സമ്പാദിച്ച് ആ ധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം പൂർത്തീകരിച്ച് ഈ ലോകത്തെ വിട്ടുപോകുമ്പോൾ തിരിച്ചിവിടേക്ക് വരത്തക്ക ഒരു ബന്ധനവുമില്ലാതെ പരിപൂർണമായി ഇതിനെ ഉപേക്ഷിച്ച് താൻ തന്നിൽ തന്നെ ലയിക്കണം. ഇതാണ് മോക്ഷം. ഈ ഒരു ക്രമത്തെയാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധനത്തിന് വളരെയധികം പ്രസക്തി ജീവിതത്തിൽ അവർ കൽപ്പിച്ചിരുന്നു. ധനം അർത്ഥിക്കുന്ന എത്രയോ മന്ത്രങ്ങൾ നമുക്ക് വേദങ്ങളിൽ കാണാം. ആയുസ് പരിപൂർണമായി ലഭിക്കട്ടെ, നല്ല ധനം ലഭിക്കട്ടെ, നല്ല സമ്പാദ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ അർത്ഥിക്കുന്നവരായിരുന്നു മഹർഷീശ്വരന്മാർ. രുദ്രനെ നമിക്കുന്ന നമകമുള്ളതുപോലെ തന്നെ രുദ്രനിൽ നിന്നും പലതും അർത്ഥിക്കുന്ന ചമകവും നമുക്ക് വേദത്തിൽ കാണാം. പല പല സാധനങ്ങൾ എണ്ണമില്ലാത്ത വിധം രുദ്രനിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതാണ് ചമകം. വളരെ ശ്രദ്ധയോടുകൂടി ഉപാസിക്കേണ്ട മന്ത്രമാണ്. അപ്പോൾ ധനം അർത്ഥിക്കുന്നത് പരിപാവനമായി തന്നെയാണ് ഭാരതീയ മഹർഷീശ്വരന്മാർ കരുതിയിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് എപ്പോഴോ സംഭവിച്ച ഒരു തെറ്റിദ്ധാരണ, അത് കർമ്മദോഷം കൊണ്ടാവാം, കാലദോഷം കൊണ്ടാവാം, എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ പ്രചരിച്ചു. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ദാരിദ്ര്യത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. ധനത്തെയെല്ലാം ഉപേക്ഷിച്ച്, സുഖത്തെയെല്ലാം ഉപേക്ഷിച്ച് സ്വയം കഷ്ടപ്പെട്ടുകൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നാണ്. എന്നാൽ ആത്മീയതയ്ക്ക് ആ ഒരു തലം ഭാരതീയ മഹർഷീശ്വരന്മാർ ഒരു കാലത്തും കൽപ്പിച്ചിട്ടില്ല. ഈ ലോകത്തിൽ സുഖവും ദുഃഖവും ഉണ്ട്. അതിൽ സുഖത്തെ നേടാൻ നമ്മൾ ശ്രമിക്കണം, ദുഃഖത്തെ ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കണം. എന്നാൽ രണ്ടിനോടും ഒട്ടലില്ലാത്ത ഭാവം നമുക്കുണ്ടാവണം. ആ ഭാവത്തെയാണ് യോഗം എന്ന് വിളിക്കുന്നത്. ആ ഭാവത്തിലുള്ള ജീവിതം ആർക്കുണ്ടോ അവൻ മുക്തനാണ്. മരണാനന്തരം നേടുന്ന ഒന്നല്ല മോക്ഷം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ മനസ്സിന് സുഖമുണ്ടാക്കുന്നതിനെ തേടുന്നതും ദുഃഖമുണ്ടാക്കുന്നതിൽ നിന്നും രക്ഷ നേടുന്നതും ധർമ്മം തന്നെയാണെന്നാണ് മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സുഖത്തെ സമ്പാദിക്കാൻ ആവശ്യമായ ധനം അർത്ഥിക്കുന്നത് ധാർമ്മികം തന്നെയാണ്. അതുകൊണ്ടാണ് ആ ധനത്തിനെ അവർ ലക്ഷ്മിയായി ഉപാസിച്ചത്. ആ ധനം സമ്പാദിക്കാൻ, അതിലൂടെ നല്ല ഒരു ജീവിതം പടുത്തുയർത്താൻ നമ്മുടെ സ്വപ്രയത്നം മാത്രം പോരാ. സ്വപ്രയത്നത്തോടൊപ്പം തന്നെ ആ ധനത്തിൻ്റെ ഉറവിടമായിട്ടുള്ള ശക്തിയുടെ അനുഗ്രഹവും നമ്മൾ സമ്പാദിക്കണം. ആ ശക്തിക്ക് ലക്ഷ്മി എന്ന ഭാവമാണ് കൽപ്പിക്കുന്നത്. ലക്ഷ്മി എന്നാൽ ഐശ്വര്യം. ഐശ്വര്യത്തിൻ്റെ ദേവിയാണ് അമ്മ. ആ ഐശ്വര്യത്തിന് പല ഭാവങ്ങളിൽ ഉപാസിച്ചുകൊണ്ട് പലതും നേടുന്ന രീതിയുള്ളത് കൊണ്ട് ആ ലക്ഷ്മിക്ക് പല ഭാവങ്ങളുണ്ട്. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി തുടങ്ങിയ പല ഭാവത്തിൽ ആ ലക്ഷ്മി ശോഭിക്കുന്നുണ്ട്. അതിൽ ധനമർത്ഥിക്കാൻ വേണ്ടി ധനലക്ഷ്മി ഭാവത്തിലാണ് അമ്മയെ ഉപാസിക്കുന്നത്. അങ്ങനെയുള്ള ധനലക്ഷ്മി ഭാവത്തിലുള്ള ഒരു സ്തോത്രമാണ് നമ്മൾ ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. നമുക്കതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. അതിനാ അമ്മ തന്നെ നമുക്ക് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യട്ടെ. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ധനലക്ഷ്മി സ്തോത്രം. ശ്രീ ധനദാ ഉവാച. ദേവി ദേവമുപാഗമ്യ നീലകണ്ഠം മമ പ്രിയം
കൃപയാ പാർവതി പ്രാഹ ശങ്കരം കരുണാകരം. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ശ്രീ ധനദ ഉവാച എന്നാണ് പറയുന്നത്. ധനധൻ എന്ന് പറഞ്ഞാൽ കുബേരൻ. കുബേരനാണ് ഇത് നമുക്ക് പറഞ്ഞു നൽകുന്നത്. കുബേരൻ ആരാ? ഭഗവാന്റെ കിങ്കരനാണ്, ഭഗവാന്റെ ആത്മമിത്രവുമാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ മഹാദേവൻ, സദാശിവൻ. ആ ശിവഭഗവാന്റെ കിങ്കരനുമാണ്. കാരണം കിങ്കര ഭാവത്തിലാണ് അദ്ദേഹം സമീപിക്കുന്നത്. എന്നാൽ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു മിത്രന്റെ ഭാവം തന്നെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അത്രയും വലിയ ശിവഭക്തനാണ് കുബേരൻ. ദേവന്മാരുടെ മുഴുവൻ ധനത്തെ സംരക്ഷിച്ചു വെക്കുന്നവനാണ് കുബേരൻ. അതുകൊണ്ട് ധനം എന്ന ഭാവത്തിന് അധിപതിയായ ഭാവം എപ്പോഴും കുബേരനാണ് നമ്മൾ കൽപ്പിക്കുന്നത്. ഒരു യക്ഷനാണ് കുബേരൻ. ആ കുബേരനാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ ധനദ ഉവാച എന്ന് പറഞ്ഞിട്ടുള്ളത്. കുബേരൻ ഭഗവാന്റെ ആത്മമിത്രമായതുകൊണ്ട് കൈലാസത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മയും അച്ഛനും, അതായത് പാർവതിയും ശിവനും കൂടി പല സംഭാഷണങ്ങളിലും ഏർപ്പെടുന്നത് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ പല സംശയങ്ങളും അമ്മയോടും അച്ഛനോടും ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭാഷണത്തെയാണ് കുബേരൻ ഇവിടെ നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പൊ കുബേരൻ പറയുന്നു, പാർവതി ദേവി. ദേവി എന്ന വാക്കിന് ശോഭിക്കുന്നവൾ എന്നർത്ഥം. പാർവതി എന്ന വാക്കിന് പർവ്വതത്തിന്റെ മകളായിരിക്കുന്നവൾ, പർവ്വതത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. അപ്പൊ ആ അമ്മ ഒരിക്കൽ ദേവനെ സമീപിച്ചു. ദേവൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവൻ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ദാതാവായിരിക്കുന്ന ദേവനെ ആ അമ്മ ഒരിക്കൽ സമീപിച്ചു. ആ ദേവനെ കുബേരൻ വിശേഷിപ്പിക്കുകയാണ്, അദ്ദേഹം നീലകണ്ഠനാണ്. ലോകത്തിന് വലിയ ഒരു ആപത്തുണ്ടായ സമയത്ത്, പാലാഴി മഥന സമയത്ത്, ആ കാളകൂടം ഇങ്ങനെ പൊന്തി വന്ന സമയത്ത് അത് ലോകത്തെ മുഴുവൻ ഭസ്മമാക്കുമെന്ന നിലയായപ്പോൾ ഒരു മടിയും കൂടാതെ ലോകമംഗളാർത്ഥം ആ കാളകൂടത്തെ കുടിച്ച് അതിനെ തൻ്റെ കണ്ഠത്തിൽ നിർത്തിയവനായതുകൊണ്ട് നീലകണ്ഠനാണ്. അപ്പൊ ഭഗവാന്റെ ആ കാരുണ്യമാണ് അവിടെ വ്യക്തമാക്കുന്നത്, ഭക്തവാത്സല്യം. അപ്പോൾ അങ്ങനെയുള്ള ദേവം നീലകണ്ഠം മമ പ്രിയം, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളവനാണ് ഭഗവാൻ. ഞാൻ ആഗ്രഹിക്കുന്നത് സദാ ആ ഭഗവാന്റെ സാമീപ്യമാണ്. അത്രയും സ്നേഹമാണ് എനിക്ക് ഭഗവാനോടുള്ളത്. അതുകൊണ്ട് മമ പ്രിയം. അങ്ങനെയുള്ള ശങ്കരം, ശം കരോതി ഇതി ശങ്കര, മംഗളത്തെ ചെയ്യുന്നവനാരോ അവൻ ശങ്കരൻ. ശിവൻ എന്ന വാക്കിന് തന്നെ മംഗളം എന്നാണ് അർത്ഥം. മംഗളസ്വരൂപിയാണ്. അദ്ദേഹം എവിടെയുണ്ടോ അവിടെ മംഗളം സ്വാഭാവികമായും സംഭവിക്കും. അതുകൊണ്ട് ശങ്കരനാണ്. കരുണാകരം, കരുണയെ ചെയ്യുന്നവനാണ്. ലോകത്തിലുള്ളവർ ദുഃഖിക്കുമ്പോൾ അവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കണമെന്ന കരുണ ഉള്ളിൽ നിന്നും സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നവനാണ്. അപ്പൊ ഭക്തർ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് നിന്നാൽ ആ ദുഃഖം കാണുമ്പോൾ തന്നെ കരുണയുണർന്ന് ആ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ ശ്രമിക്കും. അത്രയും കാരുണ്യമുള്ളവനായതുകൊണ്ട് കരുണാകരനാണ്. അങ്ങനെയുള്ള ശങ്കര ഭഗവാന്റെ അടുത്തേക്ക് ഉപാഗമ്യ, അടുത്തേക്ക് ചെന്നിട്ട് പാർവതി കൃപയാ, കൃപയോടുകൂടി പ്രാഹ പറഞ്ഞു. ഇവിടെ കൃപയാ എന്നെടുത്തു പറയുന്നത് പാർവതി ദേവിക്ക് അറിയുന്ന കാര്യമാണ് പാർവതി ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണുന്ന ഒരു രീതി ഇതാണ്. ചോദിക്കുന്നവനും പറയുന്നവനും രണ്ടുപേരും അറിവുള്ളവരായിരിക്കും. എന്നാൽ ലോകമംഗളാർത്ഥമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ശൗനകൻ തുടങ്ങിയിട്ടുള്ള ഋഷിമാര് നൈമിഷാരണ്യത്തിൽ ഇരിക്കുമ്പോൾ സൂതനോട് ചോദിക്കുന്നത് പല പുരാണങ്ങളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഋഷിമാർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവർ ചോദിക്കുന്നത് അതിനുള്ള മറുപടി ലോകം കേൾക്കും. അതുകൊണ്ട് ലോകത്തിന് മംഗളം ഉണ്ടാവും എന്ന ഭാവത്തിലാണ്. അപ്പൊ കൃപയോടുകൂടിയാണ് പാർവതി ശിവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്. കാരണം ലോകത്തിലെ ഒരു കരുണ ഭഗവാൻ ഉണർത്താൻ, കാരണം കരുണാകരനാണ്. അപ്പൊ ഭഗവാന്റെ ആ കരുണയെ ഉണർത്തിക്കൊണ്ട് ലോകത്തിന് മംഗളം ചെയ്യണമെന്ന കൃപയോടുകൂടി അമ്മ, കാരണം ജഗന്മാതാവാണല്ലോ പാർവതി. അപ്പൊ ആ അമ്മ ശങ്കര ഭഗവാനെ സമീപിച്ചിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ശ്രീ ധനദാ ഉവാച ദേവി ദേവമുപാഗമ്യ നീലകണ്ഠം മമ പ്രിയം കൃപയാ പാർവതി പ്രാഹ ശങ്കരം കരുണാകരം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകം. ശ്രീ ദേവി ഉവാച, ദേവി പറഞ്ഞു, ബ്രൂഹി വല്ലഭ സാധൂനാം ദരിദ്രാനാം കുടുംബിനാം ദരിദ്രദലനോപായം അഞ്ജസൈവ ധനപ്രദം. ബ്രൂഹി പറഞ്ഞാലും,
വല്ലഭ അല്ലയോ എൻ്റെ പ്രിയതമനെ, എൻ്റെ ധർമ്മപതിയെ പറഞ്ഞു തന്നാലും. എന്താണ് പറഞ്ഞു തരേണ്ടത്? സാധൂനാം, സാധുക്കളായവർക്ക്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ധർമ്മം മാത്രമുള്ളവർ, ആരെക്കുറിച്ചും തെറ്റായ വിചാരമില്ലാതെ എല്ലാവർക്കും മംഗളം ഭവിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആ സത്തിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സാധുക്കൾ. അങ്ങനെയുള്ള സാധുക്കൾ അവരെങ്ങനെയുള്ളവരാ? ദരിദ്രാണാം, ദാരിദ്ര്യം അനുഭവിക്കുന്നവരാ. എന്തൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ധനലബ്ധി കിട്ടുന്നില്ല. എന്നാൽ സാധുക്കളാ, നല്ല മനുഷ്യരാണ്, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷെ പല ദോഷങ്ങളെ കൊണ്ടും അവർക്ക് ധനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർ ദരിദ്രരാണ്. അങ്ങനെയുള്ള സാധുക്കൾ. കുടുംബിന, അവർക്ക് കുടുംബമുണ്ട്, നോക്കാൻ പല ആൾക്കാരുമുണ്ട്, അവരുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്, ധർമ്മിഷ്ഠരാണ്, പക്ഷെ ദരിദ്രന്മാരാണ്. അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഒരു കുടുംബം നടക്കണമെങ്കിൽ നല്ല ധനം വേണം. എന്നാൽ ആ ധനം ഇല്ലെങ്കിൽ അവരെത്ര കഷ്ടപ്പെടും. അപ്പൊ അങ്ങനത്തെ ഒരു ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി, അപ്പൊ നല്ല ആൾക്കാർക്ക് വേണ്ടിയാണ് അമ്മ ഇത് ചോദിക്കുന്നത് എന്ന് സാധു എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കണം. അപ്പൊ ഇതിൽ പറയപ്പെടാൻ പോകുന്ന ശ്ലോകം ചൊല്ലി അതിന്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സാധുക്കളാകണം എന്ന ഒരു ഉപദേശം അവിടെ അമ്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് കുടുംബ ബാധ്യതകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാധുക്കൾ അല്ലെങ്കിൽ അസാധുക്കളാണെങ്കിൽ, ദുഷ്ടജനങ്ങളാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫലം കിട്ടില്ല. അപ്പൊ നമ്മൾ സാധുക്കളായി ഭവിക്കണം എന്ന ഉപദേശം തന്നു. ബാക്കി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിൽ നന്മയെ വളർത്തണം എന്ന് അമ്മ ഉപദേശിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുടുംബമുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധുക്കൾക്ക് വേണ്ടി ദരിദ്രദലനോപായം, ആ ദാരിദ്ര്യ ദുഃഖത്തെ ഇല്ലാതെയാക്കാനുള്ള മാർഗത്തെ, ഉപായത്തെ അഞ്ജസ ഏവ, വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൂഹി, പറഞ്ഞാലും. ധനപ്രദം, എങ്ങനെയാണ് ഈ ദരിദ്രദലനോപായം ഉണ്ടാകുന്നത്? ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നുമുള്ള മോചനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ധനത്തെ നേടുമ്പോഴാണ്. അപ്പോൾ ധനപ്രദമായിട്ടുള്ള, ദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള, സാധുക്കൾക്ക് വേണ്ടിയുള്ളതായിട്ടുള്ളതിനെ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞാലും എന്ന് അമ്മ ചോദിച്ചു. അമ്മ ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്, അമ്മയ്ക്ക് ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തിനാ ചോദിച്ചത്? കൃപയാ, നമ്മളോടുള്ള കൃപ കൊണ്ട്. നമ്മൾ മക്കളാണ് അമ്മയുടെ. അപ്പൊ ആ അമ്മയ്ക്ക് നമ്മളോട് തോന്നുന്ന വാത്സല്യത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉദിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ശ്രീ ദേവി ഉവാച ബ്രൂഹി വല്ലഭ സാധൂനാം ദരിദ്രാണാം കുടുംബിനാം ദരിദ്രദലനോപായം അഞ്ജസൈവ ധനപ്രദം. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞാലും, കാരണം മക്കളുടെ ദുഃഖം കണ്ട് അമ്മ അത്രയും തപിക്കുകയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞാലും. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ശിവൻ മറുപടി പറയുകയാണ്. ശ്രീ ശിവ ഉവാച, ശിവൻ പറഞ്ഞു. ശ്രീയോടൊത്ത ശിവനാണ്, ഐശ്വര്യപൂർണനായ ശിവനാണ്. എല്ലാം ത്യജിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും ഐശ്വര്യത്തിന്റെ ഉറവിടമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീ ശിവൻ എന്ന് വിളിച്ചിരിക്കുന്നു. കാരണം ഐശ്വര്യം ഉള്ളവനല്ലേ അത് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ലോകത്തിന് ഐശ്വര്യം കൊടുക്കണം എന്ന ഭാവത്തിലാണ് അമ്മ സമീപിക്കുന്നത്. കൊണ്ട് ശ്രീ ശിവ ഉവാച, ശിവൻ പറഞ്ഞു. പൂജയൻ പാർവതി വാക്യം ഇദമാഹ മഹേശ്വര ഉചിതം ജഗദംബാസി തവ ഭൂതാനുകമ്പയാ. പൂജയൻ, ഭാര്യയും ഭർത്താവുമാണ്, പക്ഷെ പരസ്പരം എത്ര ബഹുമാനമാണെന്ന് നോക്കൂ. വളരെ ബഹുമാനത്തോടു കൂടിയാണ് അമ്മ അച്ഛനെ സമീപിച്ചത്. അതേ ബഹുമാനത്തോടു കൂടിയാണ് അച്ഛൻ അമ്മയോട് മറുപടിയും പറയുന്നത്. അപ്പോൾ പാർവതിയെ ആദരിച്ചുകൊണ്ട്, അതാണ് പൂജയൻ എന്ന് പറയുന്നത്. അപ്പൊ പാർവതിയെ ആദരിച്ചുകൊണ്ട് പാർവതിയുടെ ഇതം വാക്യം, ഈ വാക്യത്തെ മഹേശ്വര, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ആ മഹേശ്വരൻ ആഹ പറഞ്ഞു. ഇതമാഹ, ഇതിനെ പറഞ്ഞു. ഉചിതം ജഗദംബാസി തവ ഭൂതാനുകമ്പയ. ഭൂതാനുകമ്പയ, ഭൂതങ്ങൾ എന്നാൽ ജീവജാലങ്ങൾ, ഭവിച്ചിട്ടുള്ളതെല്ലാം ഭൂതങ്ങളാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളോടുമുള്ള അനുകമ്പ കൊണ്ട്, അവരോടുള്ള സ്നേഹം, കാരുണ്യം കൊണ്ട് തവ ഇതം വാക്യം, നിന്റെ ഈ വാക്യം, അമ്മയുടെ ഈ ഒരു ചോദ്യം, അമ്മ എൻ്റെ അടുത്ത് വന്നൊരു കാര്യം ചോദിച്ചുവല്ലോ, ആ ചോദ്യം ജഗദംബ, അല്ലയോ ജഗദംബെ, ജഗത്തിനു മുഴുവൻ മാതാവായിരിക്കുന്നവളെ, തവ ഉചിതമസി, നിന്റെ ഈ ചോദ്യം ഉചിതം തന്നെയാകുന്നു. കാരണം നീ ജഗത്തിന്റെ അമ്മയാണ്. അപ്പൊ ജഗത്തിന് മുഴുവൻ അമ്മയായിരിക്കുന്നവൾക്ക് ജഗത്തിലെ എല്ലാവരും മക്കളാണ്. അപ്പൊ മക്കളുടെ ദുഃഖം കണ്ട് ആ അമ്മയുടെ മനസ്സ് തപിക്കും.
അപ്പൊ മക്കൾക്ക് ക്ഷേമം ഉണ്ടാവണമെന്ന് ആ അമ്മ ആഗ്രഹിക്കും. അത് ഉചിതമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നീ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണെന്ന് ആദ്യം തന്നെ പാർവതിയെ ശ്ലാഘിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. ആ മഹാത്മാക്കളുടെ ആ വൈഭവമാണ് നമുക്കിതിൽ കാണുന്നത്. അവർ ചോദ്യം ചോദിക്കുന്ന രീതിയും മറുപടി പറയുന്ന രീതിയിലും എത്ര ശ്രേഷ്ഠതയുണ്ട്, എത്ര സ്നേഹമുണ്ടെന്ന് നമ്മൾ കണ്ട് പഠിക്കണം. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടതും ഇങ്ങനെയാണ് മറുപടി പറയേണ്ടതും എന്ന തത്വം നമ്മൾ അതിൽ നിന്നും ഗ്രഹിക്കണം. അപ്പോൾ ആദ്യം തന്നെ പാർവതിയെ ആദരിച്ചു ഈ ഒരു ശ്ലോകത്തിൽ. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ശ്രീ ശിവ ഉവാച പൂജയൻ പാർവതി വാക്യം ഇദമാഹ മഹേശ്വര ഉചിതം ജഗദംബാസി തവ ഭൂതാനുകമ്പയാ. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. സസീതം സാനുജം രാമം സാഞ്ജനേയം സഹാനുഗം പ്രണമ്യ പരമാനന്ദം വക്ഷ്യേഹം സ്തോത്രമുത്തമം. സസീതം, സീതയോടൊത്തിരിക്കുന്ന, സാനുജം, അനുജനോടൊത്തിരിക്കുന്ന. അനുജൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ. ലക്ഷ്മണനോടൊപ്പം നമുക്ക് ഭരത ശത്രുഘ്നന്മാരെയും എടുക്കാം. പക്ഷെ ഇവിടെ ഏകശബ്ദമായിട്ട് വരുന്നത് കൊണ്ട് സാനുജം, പിന്നെ മറ്റൊരു വാക്ക് വരുന്നുണ്ട് അവരെ സൂചിപ്പിക്കാൻ. അപ്പോൾ സസീതം, സീതയോടൊത്ത്, സാനുജം, ലക്ഷ്മണനോടൊത്ത്, സാഞ്ജനേയം, ആഞ്ജനേയനോടൊത്ത്, ഹനുമാൻ സ്വാമിയോടൊത്ത്, സഹാനുഗം, അനുഗം എന്ന് പറഞ്ഞാൽ സേവകന്മാരെന്നാണ് അർത്ഥം. അപ്പൊ അനുഗന്മാരോടൊത്ത്, അനുഗൻ എന്ന ശബ്ദം കൊണ്ട് ഭരത ശത്രുഘ്നന്മാരെ സൂചിപ്പിച്ചു എന്നെടുക്കാം. അല്ലെങ്കിൽ സാനുജ ശബ്ദത്തിൽ തന്നെ 3 സഹോദരന്മാരെയും എടുത്താൽ ബാക്കിയുള്ളവർ, അതായത് ഇപ്പോൾ സുഗ്രീവൻ, വിഭീഷണൻ തുടങ്ങിയിട്ടുള്ള മറ്റ് സേവകരും അവരോടൊത്ത്, അങ്ങനെയുള്ള പരമാനന്ദം, പരമാനന്ദം തന്നെ സ്വരൂപമായിരിക്കുന്ന രാമം, രാമനെ, ആ പരബ്രഹ്മസ്വരൂപനെ പ്രണമ്യ, പ്രണമിച്ചുകൊണ്ട്, അഹം ഉത്തമം സ്തോത്രം വക്ഷ്യേ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്തോത്രത്തെ പറഞ്ഞു തരാം. ഏതൊരു ശുഭകാര്യവും ആരംഭിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്. അത് മഹാദേവൻ സ്വയം ഇവിടെ വ്യക്തമാക്കി തരികയാണ്. അദ്ദേഹം ദേവാദിദേവനാണ്, മഹേശ്വരനാണെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ള ആൾക്ക് ഉപാസനയുടെ ആവശ്യമുണ്ടോ? പ്രണാമത്തിന്റെ, വന്ദനത്തിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ അദ്ദേഹം വന്ദിക്കുകയാണ് നമുക്ക് വേണ്ടി. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനാ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു ബോധത്തോടു കൂടിയാണ് ജീവിച്ചത്. ലോകത്തിന് മാതൃകയാകണം. അതേപോലെ ഇവിടെ മഹാദേവനും ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി ആദ്യം തന്നെ ഭഗവാനെ വന്ദിക്കുകയാണ്. ആരെയാണ്? പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള രാമനെ, രാമനായി ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ആ മഹാനാരായണനെ ഉപാസിച്ചുകൊണ്ട് മഹാദേവൻ പറയുകയാണ്. ശിവൻ നാരായണനെ ഉപാസിക്കുന്നു, കാരണം ശിവന്റെ ആത്മാവ് നാരായണനാണ്. നാരായണൻ ശിവനെ ഉപാസിക്കുന്നു, കാരണം നാരായണന്റെ ആത്മാവ് ശിവനാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അവരവരെ തന്നെയാണ് ഇവിടെ ഉപാസിക്കുന്നത്. അപ്പൊ സീതയോടുകൂടി, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയ സഹോദരന്മാരോടുകൂടി, ഹനുമാൻ സ്വാമിയോടുകൂടി, അതുപോലെ വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള മറ്റു വാനരന്മാരോടുകൂടി, രാക്ഷസന്മാരോടുകൂടി, ആരൊക്കെയാണോ ഭഗവാനെ സേവിക്കുന്നത്, ഭഗവാനെ ഉപാസിക്കുന്നത്, അവരോടെല്ലാം കൂടിയിരിക്കുന്ന പരമാനന്ദമൂർത്തിയായ രാമനെ ഞാൻ പ്രണമിക്കുന്നു. അങ്ങനെ പ്രണമിച്ച് ആ രാമന്റെ അനുഗ്രഹം വാങ്ങി ഞാൻ ഉത്തമമായ സ്തോത്രം ഇതാ പറയാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നാലാമത്തെ ശ്ലോകം. സസീതം സാനുജം രാമം സാഞ്ജനേയം സഹാനുഗം പ്രണമ്യ പരമാനന്ദം വക്ഷ്യേഹം സ്തോത്രമുത്തമം. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ശ്ലോകം. ധനദം ശ്രദ്ധധാനാനാം സദ്യ സുലഭകാരകം യോഗക്ഷേമകരം സത്യം സത്യമേവ വചോ മമ. ഉത്തമമായ സ്തോത്രം പറയാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇനി ആ സ്തോത്രത്തെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള സ്തോത്രമാണെന്ന് അടുത്ത 3 ശ്ലോകങ്ങളിൽ പറയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ഈ സ്തോത്രം ധനദമാണ്, ധനത്തെ നൽകുന്നതാണ്. ദരിദ്ര ദുഃഖം അനുഭവിക്കുന്നവർക്ക് എങ്ങനെയാണ് ധനം നേടാൻ സാധിക്കുക എന്നാണ് അമ്മ ചോദിച്ചത്. അങ്ങനെയുള്ള സാധുക്കൾക്ക് വേണ്ടിയുള്ള ധനം നൽകുന്ന സ്തോത്രമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയുള്ളവർക്കാണ് ധനം കിട്ടുക? ശ്രദ്ധധാനാനാം, ശ്രദ്ധയുള്ളവർക്കാണ് ഈ സ്തോത്രം ഉപയോഗപ്പെടുക. നേരത്തെ സാധു എന്ന പദം അമ്മ ഉപയോഗിച്ചു. സാധുക്കൾക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതേപോലെ നല്ല ശ്രദ്ധയുള്ളവർക്കാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വിശ്വാസം ഉണ്ടാവണം.
ധനം നൽകുന്ന ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെയാണ് ഞാൻ ഉപാസിക്കുന്നതെന്നും ആ ശക്തി അതിൻ്റെ ഫലം എനിക്ക് നൽകുമെന്നും വിശ്വാസത്തോടു കൂടി ആ ശക്തിയുടെ അനുഗ്രഹം സമ്പാദിക്കാനുള്ള സ്തോത്രമാണിതെന്നുള്ള വിശ്വാസത്തോടു കൂടി അത് തന്നിട്ടുള്ളത് മഹാദേവനായതുകൊണ്ട് അതിന് അത്രയും മഹിമയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇരിക്കുന്നവർക്ക് അതാണ് ശ്രദ്ധധാനാനാം. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് ധനദമാണ്, ധനത്തെ നൽകുന്നതാണ്. സദ്യ വളരെ പെട്ടെന്ന് തന്നെ സുലഭകാരകമാണ്. ധനം അവർക്ക് സുലഭമായി ഭവിക്കും, വളരെ പെട്ടെന്ന് തന്നെ. അതാണ് സുലഭകാരകം. ധനം കിട്ടാതെ അത് ദുർലഭമായിരിക്കുന്ന ആൾക്കാർക്കാണ് ദാരിദ്ര്യ ദുഃഖമുള്ളത്. അപ്പൊ അവർക്ക് ആ ധനം സുലഭമാക്കി മാറ്റുന്ന ധനദമായ സ്തോത്രമാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫലം കാണും. അപ്പോൾ ആ ഫലം കാണുന്നതാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ശ്രദ്ധധാനാനാം യോഗക്ഷേമകരം, ഇത് യോഗത്തെയും ക്ഷേമത്തെയും ചെയ്യും. നമുക്ക് ഇല്ലാത്തത് നേടിത്തരുന്നതാണ് യോഗം, ഉള്ളതിനെ നിലനിർത്തുന്നതാണ് ക്ഷേമം. അപ്പോൾ നമുക്ക് ധനം ആവശ്യമാണ്, ആ ധനത്തെ അത് നമുക്ക് നൽകും, അത് യോഗം. ആ നൽകിയ ധനത്തെ അത് സംരക്ഷിക്കുകയും ചെയ്യും, അത് ക്ഷേമം. അതുകൊണ്ട് യോഗക്ഷേമകരമാണ്, സത്യമാണ്. സത്യം സത്യമേവ വചോ മമ, എൻ്റെ ഈ വാക്ക് സത്യമാണ്, സത്യമാണെന്ന് ആണയിട്ട് പറയുകയാണ് ഭഗവാൻ. ഇത് ഭഗവാൻ പറഞ്ഞതാണ്, ഭഗവാൻ പറഞ്ഞത് സത്യമായിരിക്കും, അത് സത്യമാണെന്ന് ഭഗവാൻ സ്വയം പറയുന്നു. ഇതിലൂടെ ഈ സ്തോത്രത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ജനിച്ചിരിക്കണം. അങ്ങനെ ഉള്ളവർ മാത്രമേ ഈ സ്തോത്രം ജപിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ കാരണം ഭഗവാൻ ഇപ്പൊ സത്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ വെറുതെ പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷേ സത്യമാണെന്ന് എടുത്തു പറയുന്നത് വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും ഒരല്പമെങ്കിലും വിശ്വാസം ജനിക്കട്ടെ എന്ന് കരുതിയാണ്. കാരണം കരുണാമയനാണ്, ജഗത്തിന്റെ പിതാവാണ് മഹാദേവൻ. അപ്പൊ മക്കളെ പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. അപ്പൊ വിശ്വാസമുള്ളവർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം എന്ന സത്യം ഭഗവാൻ അറിയാം, അത് ഭഗവാൻ പറഞ്ഞു. ഇനി വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യം സത്യമേവ വചോ മമ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അത് കേട്ടിട്ടെങ്കിലും വിശ്വാസം, ശ്രദ്ധ ജനിക്കട്ടെ. ഇതാണ് 5-ാമത്തെ ശ്ലോകം. ധനദം ശ്രദ്ധധാനാനാം സദ്യ സുലഭകാരകം യോഗക്ഷേമകരം സത്യം സത്യമേവ വചോ മമ. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. പഠന്തഃ പാഠയന്തോപി ബ്രാഹ്മണൈർ ആസ്തികോത്തമൈ ധനലാഭോ ഭവേദാശു നാശമേതി ദരിദ്രത. പഠന്തഃ പഠിക്കുന്നവർക്ക്, പാഠയന്തോ അപി പഠിപ്പിക്കുന്നവർക്ക്, അതായത് ഇവിടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൈർ ആസ്തികോത്തമൈ, ആസ്തികന്മാരെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ വേദത്തിൽ വിശ്വസിക്കുന്നവരാണ് ആസ്തികന്മാർ, വേദത്തെ അംഗീകരിക്കാത്തവരാണ് ആസ്തികന്മാർ എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ ഈ സന്ദർഭത്തിൽ വേദവിശ്വാസികളായിരിക്കണം. ഇവിടെ പറയുന്ന സ്തോത്രം ശക്തിയുക്തമാണെന്നുള്ള വിശ്വാസം ഉണ്ടാവണം, ഇതുപാസിക്കുന്ന ദേവത ശക്തിയുക്തമാണെന്നുള്ള വിശ്വാസം ഉണ്ടാവണം, അത് സത്യമാണെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസമുള്ളവൻ ആസ്തികൻ. അങ്ങനെ ആസ്തികന്മാരിൽ ഏറ്റവും ഉത്തമന്മാരായിരിക്കുന്ന ബ്രാഹ്മണന്മാർ, അതാണ് ബ്രാഹ്മണൈർ ആസ്തികോത്തമൈ. അപ്പൊ ഈ സ്തോത്രത്തിൽ വിശ്വാസമുള്ള ആൾക്കാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന ബ്രാഹ്മണന്മാർ. ഇപ്പൊ ബ്രാഹ്മണ ശബ്ദത്തിന് വേദമറിഞ്ഞവർ എന്ന അർത്ഥമെടുത്താൽ ആസ്തിക ശബ്ദത്തിന് കൂടുതൽ ബലം കിട്ടും. അപ്പൊ വേദജ്ഞന്മാരായിരിക്കണം, വേദത്തിൽ പറഞ്ഞത് സത്യമാണെന്ന് അറിയണം, ആ വേദത്തിന്റെ സാരമാണ് ഈ സ്തോത്രം എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ. അവരാൽ ഇത് പഠിപ്പിക്കപ്പെട്ടാലും, അതായത് സ്വയം പഠിക്കാൻ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അയാൾ ഇത് നന്നായി ചൊല്ലാൻ പറ്റുന്നവരെ കൊണ്ട്, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളവരെ കൊണ്ട് ചൊല്ലിച്ചാലും മതി. അതായത് അവർ ചൊല്ലുന്നത് കേട്ടാലും മതി. അപ്പൊ ഒന്നെങ്കിൽ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ കേട്ട് പഠിക്കുക. അപ്പൊ ആദ്യം മറ്റുള്ളവർ പറയുന്നത് ചൊല്ലി കേട്ട് അത് ഹൃദിസ്ഥമായതിനു ശേഷം പഠിക്കുക. അങ്ങനെ ധനലാഭോ ഭവേദാശു, ആശു വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ധനലാഭം ഉണ്ടാകും. ഈ സ്തോത്രം പഠിച്ചാൽ അവർക്ക് ധനം ലഭിക്കും പെട്ടെന്ന് തന്നെ. നാശമേതി ദരിദ്രത, ദാരിദ്ര്യം നാശത്തെ നേടും, ദാരിദ്ര്യം ഇല്ലാതെയാകും. അപ്പൊ ഒന്നെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കുക. പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇതിന്റെ വരികളൊന്നും അറിയില്ല, ഉച്ചാരണമൊന്നും മനസ്സിലായിട്ടില്ല, അർത്ഥമൊന്നും ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആൾക്കാരിൽ നിന്നും, ആസ്തികന്മാരായിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്നും അത് കേട്ട്
ആ രീതിയിൽ പിന്നീട് ക്രമേണ സ്വയം പഠിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ധനം ലഭിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അവരുടെ ദാരിദ്ര്യം ഇല്ലാതെയാവുകയും ചെയ്യും. ഇതാണ് 6ാമത്തെ ശ്ലോകം. പഠന്ത പഠയന്തോപി ബ്രാഹ്മണൈരാസ്തികോത്തമൈ ധനലാഭോ ഭവേദാശു നാശമേതി ദരിദ്രത. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ഭൂഭവാംശഭവാം ഭൂത്യൈ ഭക്തികൽപലതാം ശുഭാം പ്രാർത്ഥയേത്താം യഥാകാമം കാമധേനു സ്വരൂപിണീം. ഭൂഭവാംശഭവാം ഭൂത്യൈ. ഭൂത്യൈ എന്ന് പറഞ്ഞാൽ വിഭൂതികൾ. അപ്പോ വിഭൂതികളാൽ ഭൂഭവാംശഭവാം, തൻ്റെ ഐശ്വര്യത്തിൻ്റെ അംശത്തിൽ നിന്നും, താൻ ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്, ആ ഐശ്വര്യത്തിന്റെ അംശത്തിൽ നിന്നും ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങളുമായിട്ട് ഭവിച്ചവളാണ് ദേവി. അപ്പൊ അതുകൊണ്ട് ഭൂഭവാംശഭവാം ഭൂത്യൈ, തന്റെ ഐശ്വര്യം കൊണ്ട് ഭൂമിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഒരു അംശം കൊണ്ട്, അതിൻ്റെ ഒരു അംശം കൊണ്ട് ഭൂമിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളുമായിട്ട് ഭവിച്ചവൾ. അപ്പൊ ഭൂമിയിലുള്ള ഐശ്വര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അമ്മയുടെ ഐശ്വര്യത്തിന്റെ ഒരു അംശം മാത്രമാണ്. അപ്പൊ അമ്മയുടെ ഐശ്വര്യം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കുക. ഭക്തി കൽപ്പലതാം, ഭക്തിയുള്ളവർക്ക് അതൊരു കൽപ്പലതയാണ്. കൽപ്പവൃക്ഷം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ള വൃക്ഷമാണ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നേടിത്തരുന്ന, അത് നൽകുന്ന, ദാനം ചെയ്യുന്ന വൃക്ഷമാണ്. അതിൻ്റെ ലതാഭാവമാണ്, വള്ളീഭാവമാണ് കൽപ്പലത. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ചെടിയുടെ ഭാവമാണ്. അപ്പൊ ഭക്തിയുള്ളവർക്ക് കൽപ്പലതയായി ഭവിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ കൽപ്പലത എന്ന് പറയാൻ കാരണം ഇത് വളരെ ചെറിയ സ്തോത്രമാണ്, ലളിതമായ സ്തോത്രമാണ്. അപ്പൊ ഒരു ലതയുടെ ലാഘവം അതിനുണ്ട്, ആർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. എന്നാൽ കൽപ്പലതയാണ്, ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നതാണ്. അപ്പൊ ചെറുതാണ്, എളുപ്പമാണെന്ന് കരുതി അതിനെ അവജ്ഞയോടുകൂടി കാണരുത്, ഭക്തിയോടുകൂടി വേണം കാണാൻ എന്ന സൂചന ഇവിടെയുണ്ട്. ശുഭാം, ശുഭയുള്ളതാണ്, ശുഭമാണ്, മംഗളസ്വരൂപമാണ്. പ്രാർത്ഥയെ താം, അങ്ങനെയുള്ള ആ അമ്മയെ, അതായത് ആ അമ്മയുടെ ഐശ്വര്യത്തിന്റെ ഒരു അംശം കൊണ്ടാണ് ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആ അമ്മ ഭക്തിയുള്ളവർക്ക് ഒരു കൽപ്പലതയാണ്, ശുഭയാണ്. അങ്ങനെയുള്ള താം, ആ അമ്മയെ കാമധേനു സ്വരൂപിണിയും, കാമധേനുവിന്റെ സ്വരൂപത്തോടൊത്തവളാണ് അമ്മ. കാമധേനു സ്വർഗത്തിലെ പശുവാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നമുക്ക് നൽകുന്നവളാണ്, കൽപ്പവൃക്ഷം പോലെ തന്നെ. അപ്പൊ ആഗ്രഹങ്ങളെ നടത്തി തരുന്ന ആ അമ്മയെ, ആ ദേവിയെ, ശുഭസ്വരൂപിണിയായവളെ യഥാകാമം പ്രാർത്ഥയെ, ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഭാവം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സ്തോത്രം പറഞ്ഞു തരുന്നത് എന്നാണ് മഹാദേവൻ ഇവിടെ പറയുന്നത്. അപ്പൊ എന്താഗ്രഹിച്ചാലും അത് നേടിത്തരാൻ ശക്തിയുള്ളവളാണ് ആ അമ്മ. ആ അമ്മയെ സ്തുതിക്കുന്ന സ്തോത്രമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താഗ്രഹമുണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഇത് ജപിച്ചുകൊള്ളൂ എന്ന ഒരു ഉപദേശമാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഭൂഭവാംശഭവാം ഭൂത്യൈ ഭക്തികൽപ്പലതാം ശുഭാം പ്രാർത്ഥയേത്താം യഥാകാമം കാമധേനു സ്വരൂപിണം. അങ്ങനെ 7 ശ്ലോകങ്ങളിലൂടെ ഈ സ്തോത്രത്തിന്റെ മഹിമ നമുക്ക് വ്യക്തമാക്കി തന്നു. ഇനിയാണ് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മഹാദേവൻ സ്തോത്രം ഉപദേശിക്കുകയാണ്. 8ാമത്തെ ശ്ലോകം. ധനദേ ധനദേ ദേവി ദാനശീലേ ദയാകരേ ത്വം പ്രസീദ മഹേശാനി യദർത്ഥം പ്രാർത്ഥയാമ്യഹം. അമ്മയെ സംബോധന ചെയ്യണം, വിളിക്കുകയാണ്. ധനദേ, ധനത്തെ നൽകുന്നവളെ. അത് ഒരു തവണയല്ല, 2 തവണ വിളിക്കുന്നു. ധനദേ ധനദേ എന്ന് 2 തവണ വിളിക്കുന്നു. അപ്പൊ അത് ഭക്തന്റെ ആ ഒരു ദുഃഖത്തിന്റെ ആധിക്യത്തെയും അവന്റെ വാഞ്ഛയുടെ ബലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അവന് ധനം അത്രയും അത്യാവശ്യമാണ്. അതുകൊണ്ട് 2 തവണ ധനദേ എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി ചില പാഠങ്ങളിൽ 2ാമത്തെ പദം ധർമ്മദേ എന്നും കാണാം. ധർമ്മത്തെ നൽകുന്നവളാണ് അമ്മ. ധർമ്മത്തിൽ ഊന്നി വേണം ധനം സമ്പാദിക്കാൻ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണ്. അപ്പൊ ധർമ്മത്തിൽ ഊന്നി അർത്ഥം സമ്പാദിക്കണമെങ്കിൽ ആ ധർമ്മം നമുക്ക് നൽകണം. നമ്മളെ നമ്മളാക്കി നിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം. നമുക്ക് അനുയോജ്യമായതാണ് നമ്മുടെ ധർമ്മം. അത് സഹജമാണ്, സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മുടെ അകത്തു നിന്നുണ്ടാകുന്നതാണ്, പുറമേയുള്ള സ്വാധീനം കൊണ്ടുണ്ടാകുന്നതല്ല. അങ്ങനെയുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തെ, നമ്മുടെ പ്രകൃതത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് ധർമ്മദേ, അതല്ലെങ്കിൽ ധനദേ എന്ന് 2 തവണ ആവർത്തിക്കുന്നു. ആ ഒരു ദാരിദ്ര്യത്തിന്റെ, ദുഃഖത്തിന്റെ ആധിക്യം കാണിക്കാൻ. അപ്പൊ ധനദേ ധനദേ ദേവി, ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവളെ. അതുകൊണ്ട് ദേവി. ദാനശീലേ,
ദാനം ശീലമാക്കിയവളാണ്. ദാനം, കാരണം ദേവശബ്ദത്തിന് ദാതാവ് എന്ന അർത്ഥമുണ്ട്. അപ്പൊ ദാനം ശീലമാക്കിയത് കൊണ്ടാണ് ദേവിയായത്. ദേവി ശബ്ദത്തിന് ശോഭിക്കുന്നവൾ എന്നർത്ഥവുമുണ്ട്. അപ്പൊ ദാനശീലയാണ്, അമ്മയ്ക്ക് കൊടുക്കുന്നത് തന്നെയാണ് ശീലം. അപ്പൊ അതുകൊണ്ട് ആര് ചെന്ന് ചോദിച്ചാലും അത് കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ദാനശീലേ ദയാകരേ, ദയയെ ചെയ്യുന്നവളാണ്. ദാനം കൊടുക്കാനുള്ള ശീലം എന്തുകൊണ്ടാണ് അമ്മയ്ക്കുള്ളത്? കാരണം അമ്മ ദയ ചെയ്യുന്നവളാണ്. അമ്മയ്ക്ക് നമ്മുടെ ദുഃഖം കണ്ടാൽ ദയ തോന്നും. കാരണം ദയ തന്നെ മൂർത്തിമത്തായിരിക്കുന്ന ഭാവമാണ് അമ്മയുടേത്. അപ്പൊ നമ്മുടെ ദുഃഖം കണ്ട് ദയ തോന്നുന്ന അമ്മ നമുക്ക് ദാനം നൽകും. അപ്പൊ അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നവരെല്ലാം അവരുടെ ദുഃഖം അഭിവ്യക്തമാക്കുമ്പോൾ ആ ദുഃഖം കണ്ട് ദയ തോന്നി അമ്മ അവർക്ക് ദാനം കൊടുക്കും. അതുകൊണ്ട് ദയാകരയുമാണ്, ദാനശീലയുമാണ്. അത് ശീലമായി മാറി അമ്മയ്ക്ക്. അങ്ങനെയുള്ള ദാതാവായിരിക്കുന്ന ദേവി വിളിക്കണം അമ്മയെ. ത്വം പ്രസീദ, നീ പ്രസാദിച്ചാലും. മഹേശാനി, മഹേശന്റെ ധർമ്മപത്നിയായിരിക്കുന്നവൾ, മഹാ ഈശ്വരി ആയിരിക്കുന്നവൾ, എല്ലാവരെയും ഭരിക്കുന്നവൾ. ഇവിടെ പാർവതിയാണ് ചോദിച്ചത്, ശിവനാണ് മറുപടി പറയുന്നത്. പാർവതിയുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നത് തന്നെ ഈ ധനലക്ഷ്മിയാണെന്നുള്ള ധ്വനി അവിടെയുണ്ട്. അപ്പൊ താൻ തന്നെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം തന്നെ ഭക്തർ സമീപിച്ചാലേ തനിക്ക് അനുഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ഭക്തരെ സമീപിക്കണമെങ്കിൽ തൻ്റെ മഹിമ അവർ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് ആ അമ്മ ആ വാത്സല്യത്തോടു കൂടി അച്ഛനോട് പറഞ്ഞ് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അമ്മയുടെ മഹിമ. ആ ഒരു ധ്വനി അവിടെ മഹേശാനി എന്ന പദത്തിലുണ്ട്. കാരണം ധനലക്ഷ്മി തന്നെയാണ് പാർവതി. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഈശ്വരി ആയിരിക്കുന്നവൾ. യദർത്ഥം പ്രാർത്ഥയാമി, എന്തിനു വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, അഹം പ്രാർത്ഥയാമി, ഞാൻ പ്രാർത്ഥിക്കുന്നത്, അത് നീ പ്രസാദിച്ച് നൽകിയാലും. നിന്റെ പ്രസാദം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്തോത്രം ചൊല്ലുന്നത്. അപ്പൊ എൻ്റെ പ്രാർത്ഥന നിന്റെ പ്രസാദത്തിന് വേണ്ടിയാണ്. ആ പ്രസാദത്തെ നീ നൽകിയാലും എന്നർത്ഥം വന്നു. ഞാൻ എന്തൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത് അതെല്ലാം നേടാനുള്ള പ്രസാദം എനിക്ക് നൽകിയാലും എന്നർത്ഥവും കിട്ടി. ഇതാണ് 8ാമത്തെ ശ്ലോകം, സ്തോത്രത്തിലെ ആദ്യത്തെ ഭാഗം. ധനദേ ധനദേ ദേവി, ദാനശീലേ ദയാകരേ, ത്വം പ്രസീദ മഹേശാനി, യദർത്ഥം പ്രാർത്ഥയാമ്യഹം. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ധരാമരപ്രിയേ പുണ്യേ, ധന്യേ ധനദ പൂജിതേ, സുധനം ധാർമ്മികേ ദേഹി, യജമാനായ സത്വരം. ധരാമരപ്രിയേ, ധര എന്ന ശബ്ദം കൊണ്ട് ഭൂമിയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അമര ശബ്ദം കൊണ്ട് സുരന്മാരാണ്, മരണമില്ലാത്ത സുരന്മാരാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അമര ശബ്ദം ഇവിടെ ഉള്ളത് കൊണ്ട് ധരാശബ്ദം കൊണ്ട് ഭൂമിയിൽ ഉള്ളവരെ നമ്മൾ ഗ്രഹിക്കണം. ധര എന്ന വാക്കിന് ഭൂമി എന്നാണ് അർത്ഥം. അപ്പൊ ഭൂമിയിൽ ഉള്ളവർ, അതായത് മർത്യർ. ഭൂമിയിൽ ഉള്ളതിനെല്ലാം ജനനമുണ്ട്, മരണമുണ്ട്. അപ്പൊ മർത്യരായിരിക്കുന്നവരും അമർത്യരായിരിക്കുന്നവർക്കും പ്രിയയായിരിക്കുന്നവളാണ് നീ. അതാണ് ധരാമര പ്രിയേ. നിന്നോടാണ് അവർക്കെല്ലാം പ്രിയം, നീയാണ് അവർക്ക് ഏകാശ്രയം. അതുകൊണ്ട് ധരാമര പ്രിയേ. അമരന്മാരെന്ന് പറയുമ്പോൾ എല്ലാ സമ്പത്തിൻ്റെയും പൂർണ്ണതയുള്ളവരാണ്. അവർ ഒരുപാട് സുഖം അനുഭവിക്കുന്നവരാണ്. അവർക്ക് പോലും നിന്നോടാണ് പ്രിയമെങ്കിൽ നിന്റെ ഐശ്വര്യം എത്രയായിരിക്കും? കാരണം അവർക്ക് ഓൾറെഡി ഡിസ്ട്രാക്ട് ആവാൻ മാത്രമുള്ള ഐശ്വര്യമുണ്ട്. പക്ഷെ അതൊന്നും ഒന്നല്ല, അതിൻ്റെ ഉറവിടമായ നിന്നിലാണ് അവരുടെ ശ്രദ്ധ, നിന്നിലാണ് അവർക്ക് പ്രിയം. അതുകൊണ്ട് നീ ധരാമര പ്രിയയാണ്. ആ ഭാവം നമ്മളും ഉൾക്കൊള്ളണം. പുണ്യേ, നീ പുണ്യസ്വരൂപിണിയാണ്. പുണ്യം തന്നെ മൂർത്തിമത്തായിരിക്കുന്നതാണ്. മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം സുഖം അനുഭവിക്കുകയാണ്. സുഖം അനുഭവിക്കണമെങ്കിൽ അവൻ പുണ്യം ചെയ്യണം. ആ പുണ്യം നീ തന്നെയാണ്. അപ്പൊ നിന്നെ നേടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് നീ ഉപാസിക്കപ്പെടേണ്ടവളാണ്. ധന്യേ, ധന്യ എന്ന് പറഞ്ഞാൽ കൃതാർത്ഥയാണ്. ഇനി നിനക്ക് ചെയ്യാൻ ഒന്നുമില്ല, നീ നിന്നിൽ തന്നെ തൃപ്തയാണ്. അപ്പൊ നിനക്ക് ചെയ്യാനായിട്ട് ഒരു പ്രവൃത്തിയുമില്ല, കാരണം നീ പൂർണ്ണയാണ്. എന്നിരുന്നാലും നീ പ്രവർത്തിക്കുന്നു. ആർക്ക് വേണ്ടി? ഞങ്ങൾക്കൊക്കെ വേണ്ടി. ഞങ്ങളെ മക്കളായി കണ്ട് ഞങ്ങളോടുള്ള ദയ കൊണ്ട് നീ പ്രവർത്തിക്കുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് നൽകുന്നു, ദാനശീലയായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നീ ധന്യയാണ്. ധനദ പൂജിതേ, ധനദൻ എന്നാൽ കുബേരൻ, കുബേരനാൽ പൂജിക്കപ്പെടുന്നവൾ. കുബേരൻ ഈ ധനമൊക്കെ ഉണ്ടായത് നിന്റെ ഉപാസനയിലൂടെയാണ്. അപ്പോൾ ആ കുബേരൻ പോലും, ഇത്രയും ധനമുള്ളവൻ പോലും നിന്നെ ഉപാസിക്കുന്നു. ആ അമരന്മാരും നിന്നെ ഉപാസിക്കുന്നു. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഭൂമിയിലുള്ള മർത്യരായ ഞങ്ങളും നിന്നെ തന്നെയല്ലേ ഉപാസിക്കേണ്ടതെന്ന ഒരു ചോദ്യം അവിടെ ആ ശ്ലോകത്തിലുണ്ട്.
ഇനി ധനത ശബ്ദത്തിന് ധനം കൊടുക്കുന്നവൻ എന്ന അർത്ഥമെടുത്താൽ ഈ ലോകത്തിൽ ധനികരായിട്ടുള്ളവരെല്ലാം നിന്നെ തന്നെയാണ് പൂജിക്കുന്നത്. അവർക്ക് ആ ധനം കിട്ടിയിട്ടുള്ളതും നിന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് ധനത പൂജിതേ. ധാർമ്മികേ, ധർമ്മത്തെ മുറുകെ പിടിച്ചവൾ, ധർമ്മസ്വരൂപിണിയായവൾ, ധർമ്മത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നവൾ എന്നെല്ലാം അർത്ഥത്തിൽ ധാർമ്മികയാണ്. നമ്മൾ അർത്ഥം സമ്പാദിക്കേണ്ടത് ധർമ്മത്തിലൂന്നിയാണെന്ന് പറഞ്ഞു. ആ ധർമ്മം തന്നെ അമ്മയാണ്. അപ്പോൾ നല്ല സുഖം കിട്ടണമെങ്കിൽ പുണ്യം വേണം, ആ പുണ്യം അമ്മയാണ്. അതുപോലെ ധർമ്മത്തിലൂന്നി ജീവിക്കണം, ആ ധർമ്മവും അമ്മയാണ്. അപ്പൊ അമ്മയെ ആശ്രയിച്ചാൽ പിന്നെ മറ്റൊന്നും ചിന്തിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ധാർമ്മികമായ ജീവിതമായിരിക്കും, പുണ്യപ്രദമായ ജീവിതമായിരിക്കും, ധനം നമുക്ക് സുലഭമായി ലഭിക്കും, അതുറപ്പാണ്. അങ്ങനെയുള്ള അമ്മയെ വിളിച്ച് സംബോധന ചെയ്ത് പറയാണ്, സുധനം ദേഹി, നല്ല ധനത്തെ നൽകിയാലും യജമാനായ സത്വരം, യജിക്കുന്നവനായിക്കൊണ്ട്. ആരാ യജിക്കുന്നത്? ഞാനാണ് ഇവിടെ യജിക്കുന്നത്. അപ്പൊ യജമാനൻ ഞാൻ. അപ്പൊ യജമാനായ, യജിക്കുന്നവനായ എനിക്ക് വേണ്ടി സുധനം ദേഹി സത്വരം. സത്വരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, വേഗത്തിൽ തന്നാലും, നല്ല ധനത്തെ തന്നാലും. കാരണം ധാർമ്മികമായിരിക്കണം, പുണ്യത്തിൽ ഊന്നിയിട്ടുള്ളതായിരിക്കണം, ശാശ്വതമായിരിക്കണം. അതാണ് സുധനം. നമ്മൾ തെറ്റായ വഴിയിലൂടെ നേടുന്ന ധനമൊന്നും നമുക്ക് ഗുണം ചെയ്യില്ല. അപ്പൊ നീ സുധനം നൽകുന്നവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, സുധനത്തെ നൽകിയാലും ഈ യജിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് നീ ആ സുധനത്തെ നൽകിയാലും, പെട്ടെന്ന് നൽകിയാലും എന്ന് 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ധരാമര പ്രിയേ പുണ്യേ ധന്യേ ധനത പൂജിതേ സുധനം ധാർമ്മികേ ദേഹി യജമാനായ സത്വരം. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. രമ്യേ രുദ്രപ്രിയേ രൂപേ രാമരൂപേ രതിപ്രിയേ ശിഖീ സഖമനോമൂർത്തേ പ്രസീദ പ്രണതേ മയി. രമ്യേ, രമ്യ ശബ്ദത്തിന് മനോഹരം എന്നാണ് അർത്ഥം. അപ്പൊ മനോഹര സ്വരൂപിണിയായവളെ, അതാണ് രമ്യ എന്ന് വിളിക്കുന്നത്. രമ്യ അമ്മയുടെ നല്ലൊരു പേരാണത്. രുദ്രപ്രിയേ, രുദ്രന് ഏറ്റവും പ്രിയമായിരിക്കുന്നവൾ. രുദം ദ്രാവയതേതി രുദ്ര എന്ന് പറയും. ദുഃഖത്തെ അലിയിച്ച് ഇല്ലാതെയാക്കുന്നവനാണ് രുദ്രൻ, ദുഃഖത്തെ ഭസ്മമാക്കുന്നവനാണ്. അപ്പൊ ആ രുദ്രന്, കാരണം ദുഃഖമില്ലാതെ ആക്കുന്നവന് ആ ദുഃഖമില്ലാതെ ആക്കണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ധനം കൊടുക്കണം. അപ്പൊ ആ ധനത്തെ നൽകുന്നത് നീയാണ്. അതുകൊണ്ട് രുദ്രന് ഏറ്റവും പ്രിയം നിന്നോടാണ്. അതുകൊണ്ട് രുദ്രപ്രിയേ. അതല്ലെങ്കിൽ പാർവതി ഭാവമാണ്. രുദ്രന്റെ ധർമ്മപത്നിയാണ്, രുദ്രാണിയാണ് അമ്മ, പാർവതിയാണ്. അപ്പൊ ചോദിക്കുന്ന ആ അമ്മ തന്നെയാണ് ധനലക്ഷ്മി എന്ന് വീണ്ടും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ രമ്യേ, രുദ്രപ്രിയേ. ഇനി രുദ്രനോട് ഏറ്റവും പ്രിയമുള്ളവൾ എന്ന അർത്ഥവും വന്നു. കാരണം മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനാണ് രുദ്രൻ. അതിൽ അമ്മയ്ക്ക് സന്തോഷമാണ്. കാരണം എല്ലാം അമ്മയുടെ മക്കളാണ്. അപ്പൊ തൻ്റെ മക്കളുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് രുദ്രനോട് അമ്മയ്ക്ക് പ്രിയമാണ്. അതുകൊണ്ട് രുദ്രപ്രിയ. രൂപേ, രൂപേ എന്ന് പറഞ്ഞാൽ സുന്ദരി, നല്ല സുന്ദരിയാണ് നീ. ലോകത്തിൽ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നതാണ് സൗന്ദര്യം. അങ്ങനെയുള്ള സൗന്ദര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഐശ്വര്യം തന്നെയാണ്. അപ്പൊ ഏറ്റവും സുന്ദരമായത് ഐശ്വര്യം തന്നെയാണ്. ആ ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് നീ. അതുകൊണ്ട് നീ രൂപയാണ്, സുന്ദരിയാണ്. രാമരൂപേ, രാമശബ്ദത്തിന് ആനന്ദം എന്നർത്ഥം. ആനന്ദം തന്നെ മൂർത്തിമത്തായിരിക്കുന്നവൾ, ആനന്ദ സ്വരൂപിണി. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടവേളയിൽ നമ്മൾ നമ്മുടെ സ്വരൂപത്തെ ശ്രദ്ധിച്ചാൽ അത് ആനന്ദമാണെന്ന് നമ്മൾ അറിയും. ആ ആനന്ദമായി നമ്മുടെ ഉള്ളിൽ സദാ വസിക്കുന്നവളാണ് അമ്മ. അതുകൊണ്ട് രാമരൂപേ. ശരിക്ക് സുഖവും ദുഃഖവും മാറി മാറിയിരിക്കുന്നത് കൊണ്ട് അത് കാക്ഷിക്കത്തക്കതല്ല. അതിനേക്കാൾ ഉപരിയുള്ള ആനന്ദമാണ് കാക്ഷിക്കത്തക്കത്. എന്നാൽ ആ ആനന്ദം നേടണമെങ്കിൽ നമുക്ക് സാധന ചെയ്യണം. ആ സാധന, ആ പരിശീലനം നടത്താൻ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. അതിന് നന്നായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ധനം വേണം. അപ്പോൾ രാമരൂപയാണ്, ആനന്ദസ്വരൂപിണിയാണ്. നമുക്ക് സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആനന്ദം. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ സ്വരൂപം തന്നെ അമ്മയാണ്. അതുകൊണ്ട് രാമരൂപേ. രതിപ്രിയേ. രതി എന്ന ശബ്ദത്തിന് കാമദേവന്റെ പത്നി എന്നർത്ഥമുണ്ട്. കാമദേവന്റെ പത്നിയുടെ പേരാണ് രതി. അപ്പൊ ആ രതിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നവൾ നീയാണ്. ലോകത്തിൽ ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിലേ അവർക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേ അവർക്ക് ധർമ്മവും അർത്ഥവും ആവശ്യമുള്ളൂ. അപ്പൊ പലതും അവർ നേടാൻ ശ്രമിക്കുന്നത് ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട്. ആ ആഗ്രഹം ഉണ്ടാക്കുന്നവനാണ് കാമൻ. ആ കാമന്റെ പത്നിയാണ് രതി. അപ്പൊ ആ രതിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയോടാണ്. കാരണം ആ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ആ ആഗ്രഹം ഉണ്ടാക്കാനുള്ള ശക്തി
അയാൾക്ക്, അതായത് കാമദേവന് ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്, അതുകൊണ്ട് പ്രിയങ്കരിയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർ അമ്മയെ ഉപാസിക്കുന്നു. കാരണം ആഗ്രഹം വരുമ്പോൾ ധനം വേണമെന്ന ബോധത്തോടെ അവർ ഉപാസിക്കുന്നു. അപ്പൊ ആ കാമദേവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന രതിദേവിയോട് അമ്മയ്ക്കും പ്രിയമുണ്ട്, അതുകൊണ്ട് രതിപ്രിയയാണ് അമ്മ. ഇനി രതി എന്ന ശബ്ദത്തിന് രഹസ്യം, ഗുഹ്യം എന്നർത്ഥമുണ്ട്. അപ്പൊ രഹസ്യമായതിൽ പ്രിയമുള്ളവൻ, രഹസ്യമായത് എന്താ? ആത്മാവാണ്. അപ്പോൾ ഏറ്റവും ഗുഹ്യമായിട്ടുള്ളത് ആത്മാവാണ്. ആ ആത്മാവിൽ പ്രിയമുള്ളവൻ, ആത്മാവിൽ രമിക്കുന്നവൻ, അതുകൊണ്ട് രതിപ്രിയയാണ്. രതി എന്ന ശബ്ദത്തിന് സാധാരണയായ സുഖം എന്നർത്ഥവുമുണ്ട്. അപ്പൊ സുഖത്തിൽ പ്രിയമുള്ളവൻ, സുഖം ആരിൽ ഉപാസിച്ചാൽ കിട്ടുമോ അങ്ങനെയുള്ളവൻ, അതുകൊണ്ട് രതിപ്രിയ. ശിഖി സഖ മനോമൂർത്തേ. ശിഖി എന്നാൽ അഗ്നി, സഖാവ് എന്നാൽ സുഹൃത്ത്, മിത്രം. അപ്പൊ അഗ്നിയുടെ സുഹൃത്ത്, അതാണ് ശിഖി സഖൻ. അതാരാണ്? വായുവാണ്. അഗ്നി നന്നായി ജ്വലിക്കണമെങ്കിൽ കാറ്റുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് കാറ്റിനെ അഗ്നിയുടെ മിത്രമായിട്ടാണ് എപ്പോഴും പറയുക. അപ്പോൾ ശിഖി സഖ മനോമൂർത്തേ, അഗ്നിയുടെ സുഹൃത്ത്. അവിടെ മന ശബ്ദം കൊണ്ട് ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ അഗ്നിയുടെ സുഹൃത്ത് ആഗ്രഹിക്കുന്ന രൂപത്തോടൊത്തവളാണ്. അപ്പൊ രതി നിന്നെയാണ് ഉപാസിക്കുന്നത്, അതുപോലെ രുദ്രൻ നിന്നെയാണ് ഉപാസിക്കുന്നത്, അവർക്കൊക്കെ നീയാണ് പ്രിയങ്കരി. അതേപോലെ വായു ഭഗവാനും തൻ്റെ ആഗ്രഹം നേടാനായിട്ട് നിന്നെയാണ് ഉപാസിക്കുന്നത്. എന്താണ് വായു ഭഗവാന്റെ ആഗ്രഹം? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുക എന്നാണ്. അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചിരിക്കാനുള്ള ശേഷി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളിൽ നിന്ന് മാത്രമേ അർത്ഥിക്കാൻ പറ്റൂ. അപ്പോൾ വായു ഭഗവാന്റെ ആഗ്രഹത്തിന്റെ മൂർത്തിമത്തായിരിക്കുന്നവളാണ് നീ എന്ന് പറയുമ്പോൾ നീ സർവവ്യാപിയാണ്, നീ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളാണ് എന്നർത്ഥം ശിഖി സഖ മനോമൂർത്തി എന്ന പദം കൊണ്ട് കിട്ടി. പ്രണതേ മയി, അങ്ങനെയുള്ള അമ്മേ നിന്നെ പ്രണമിച്ചുകൊണ്ടിരിക്കുന്ന എന്നിൽ പ്രസീത, പ്രസാദിച്ചാലും. ഇതാണ് 10ാമത്തെ ശ്ലോകം. രമ്യേ രുദ്രപ്രിയേ രൂപേ രാമരൂപേ രതിപ്രിയേ ശിഖി സഖ മനോമൂർത്തേ പ്രസീദ പ്രണതേ മയി. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ആരക്തചരണാംഭോജേ സിദ്ധി സർവാർത്ഥദായികേ ദിവ്യാംബരധരേ ദേവി ദിവ്യാംബരധരേ ദിവ്യേ ദിവ്യമാല്യാനുശോഭിതേ. ആരക്തചരണാംഭോജേ, അംഭോജം എന്ന് പറഞ്ഞാൽ താമര. അമ്മയുടെ ചരണം, പാദങ്ങൾ താമര പോലെ കോമളമാണ്, അതുപോലെ തന്നെ താമരയെ പോലെ ഒട്ടലില്ലാത്തതാണ്. അപ്പൊ കാണാൻ നല്ല സുന്ദരമാണ്, നല്ല മനോഹരമാണ്, നല്ല കോമളമാണ്, അതുകൊണ്ട് താമരയോട് ഉപമിച്ചിരിക്കുന്നു. താമര പങ്കത്തിൽ നിന്നും, ചളിയിൽ നിന്നും ഉദ്ഭവിച്ച് അതിൽ നിന്നും ഉയരത്തിലേക്ക് വന്ന് അതിനോട് ഒരു ഒട്ടലുമില്ലാതെ ഉയരത്തിൽ തന്നെ സദാ നിൽക്കുന്ന പോലെ അമ്മയുടെ പാദങ്ങൾ ഈ ലോകത്തിൽ ദർശനീയമാണെങ്കിലും ലോകത്തോട് ഒട്ടലില്ല, അതിലുപരി തന്നെയാണ്, ഒരു ഒട്ടലും ഇല്ലാത്ത പാദങ്ങളാണ് അമ്മയുടേത്. ആരക്തമാണ്, ചുവന്നതാണ്. അപ്പോൾ ചുവന്ന പാദമാണ് അമ്മയുടേത്, അത് താമരയുടെ നിറത്തിന് സദൃശമാണ്, അതുകൊണ്ട് ആരക്ത ചരണാംഭോജേ. അതുപോലെ ചുവന്ന പാദങ്ങൾ താമരയെ പോലെ കോമളമാണ്, താമരയെ പോലെ ഒട്ടലില്ലാത്തതാണ്, അതുകൊണ്ട് ആരക്ത ചരണാംഭോജ. അപ്പൊ അമ്മയുടെ പാദങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ ചുവപ്പ് നിറം ആ പാദങ്ങൾക്ക് കൽപ്പിക്കണം. സിദ്ധി സർവാർത്ഥദായികേ, സിദ്ധിയെയും സർവാർത്ഥങ്ങളെയും നൽകുന്നവൾ, അഥവാ സർവാർത്ഥ സിദ്ധിയെ നൽകുന്നവൾ. അർത്ഥം എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, അർത്ഥിക്കുന്നതാണ് എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് നേടിത്തൽകുന്നവൾ. അപ്പൊ അവിടെ സിദ്ധി എന്ന വാക്കിന് വിജയം, സഫലം എന്നർത്ഥം വന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യം വരുത്തി നൽകുന്നവളായതുകൊണ്ട് സിദ്ധി സർവാർത്ഥ ദായികേ എന്ന് വന്നു. ഇനി നമുക്ക് സിദ്ധിയെ നൽകി, സിദ്ധി എന്ന വാക്കിന് കഴിവ്, സാമർഥ്യം എന്നർത്ഥം എടുത്താൽ നമുക്ക് ഭക്തർക്ക് സിദ്ധിയെ നൽകി എല്ലാ അർത്ഥങ്ങളെയും നേടിയെടുക്കാനുള്ള പ്രാപ്തി നൽകുന്നത് കൊണ്ട് സിദ്ധി സർവാർത്ഥദായികേ. ഇനി അർത്ഥശബ്ദത്തിന് ധനം എന്നർത്ഥമെടുത്താൽ എല്ലാ പ്രകാരത്തിലുള്ള ധനവും അഥവാ എല്ലാ ധനവും നൽകിക്കൊണ്ട് ജീവിതത്തെ സിദ്ധമാക്കുന്നവളായതുകൊണ്ട് സിദ്ധി സർവാർത്ഥദായികേ. ദിവ്യാംബരധരേ, ദിവ്യമായ അമ്പരത്തെ ധരിച്ചവൾ. ഇവിടെ ദിവ്യ ശബ്ദത്തിന് ശോഭിക്കുന്ന എന്നർത്ഥം എടുക്കുന്നതാവും കൂടുതൽ നല്ലത്. അപ്പൊ നല്ല തിളങ്ങുന്ന, നല്ല ശോഭിക്കുന്ന വസ്ത്രത്തെ ധരിച്ചവൾ ദിവ്യാംബരധരേ. അത് കഴിഞ്ഞ് ദിവ്യേ എന്ന് വിളിക്കുന്നു. ദിവ്യ എന്ന് പറഞ്ഞാൽ ആശ്ചര്യകരമായത്, അമാനുഷികമായത്, നമ്മുടെ ലോകത്തിൽ സഹജമായിട്ടുള്ളതല്ലാത്തത്, അതിനതീതമായ എന്തോ, അലൗകികം എന്ന് വിളിക്കുന്നതാണ് ദിവ്യം. അപ്പൊ അലൗകികയാണ് നീ ലോകത്തിലുള്ളവളല്ല.
ലോകത്തിലുള്ളവർ സദാ നിന്നെ ഭജിക്കുന്നു, നിന്നെ പൂജിക്കുന്നു, പക്ഷെ അവർക്കൊക്കെ അറിയാം നീ ഇതിനുപരിയാണ്. ഇപ്പൊ നേരത്തെ ആ താമരയുടെ പോലത്തെ പാദങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഉപരിത്വം സൂചിപ്പിക്കുകയാണ്, എല്ലാത്തിനും മുകളിലാണ്. അതുകൊണ്ട് ദിവ്യയാണ് നീ. അങ്ങനത്തെ അലൗകികമായ വസ്ത്രം ധരിച്ചത് കൊണ്ടും ദിവ്യാംബരധരയാണ് നീ. ദിവ്യമാല്യാനുശോഭിതേ, അങ്ങനെയുള്ള ദിവ്യമായ മാല്യങ്ങളാൽ ശോഭിതയാണ്. ദിവ്യമായ ഹാരങ്ങളൊക്കെ അനുഭവിച്ച് ധരിച്ച് ദിവ്യമായ ആഭരണങ്ങൾ, അലങ്കാരങ്ങളൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നവളായതുകൊണ്ട് ദിവ്യമാല്യാനുശോഭിതേ, നീ പൂർണ്ണമായും ദിവ്യത്വം തന്നെയാണ്. ഈ ലോകത്തിലുള്ളതിനെല്ലാം പൂർണ്ണത നിന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതിൻ്റെ മുഴുവൻ പൂർണ്ണതയെ നമുക്ക് ദിവ്യമായി സങ്കല്പിച്ചാൽ അത് തന്നെ മൂർത്തിയായിരിക്കുന്നത് കൊണ്ട് നിന്റെ എല്ലാ അലങ്കാരങ്ങളിലും അത് കാണാം. നിന്റെ ആഭരണങ്ങളിൽ അത് കാണാം, നിന്റെ വസ്ത്രങ്ങളിൽ അത് കാണാം, നിന്റെ രൂപത്തിൽ അത് കാണാം. എല്ലാ പ്രകാരത്തിലും നീ ദിവ്യയാണ്. അങ്ങനെയുള്ള നിനക്ക് ഞാൻ നമസ്കാരത്തെ അർപ്പിക്കുന്നു. അപ്പൊ ഇവിടെ വിളിക്കുകയാണ്, സംബോധനയാണ് എല്ലാ പദവും. നമസ്കാരം നമ്മൾ ചേർത്ത് മനസ്സിൽ വായിക്കണം. അപ്പൊ ആരക്ത ചരണാംഭോജേ സിദ്ധി സർവാർത്ഥദായികേ ദിവ്യാംബരധരേ ദിവ്യേ ദിവ്യമാല്യാനുശോഭിതേ. ഇതായിരുന്നു 11ാമത്തെ ശ്ലോകം. അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. സമസ്ത ഗുണസമ്പന്നേ സർവലക്ഷണ ലക്ഷിതേ ശരചന്ദ്രമുഖേ നീലേ നീലനീരജലോചനേ. സമസ്ത ഗുണസമ്പന്നേ, എല്ലാ ഗുണങ്ങളും സമ്പന്നമായിരിക്കുന്നവൾ. ലോകത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ വേണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ, അഥവാ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധമുള്ള ഗുണങ്ങളും ഉണ്ടോ, അതെല്ലാം തന്നെ പൂർണ്ണ തോതിൽ നിന്നിൽ ശോഭിക്കുന്നു. അപ്പൊ ആൾക്കാർക്ക് പല ഗുണങ്ങളും വേണമെന്ന് തോന്നും. അത് വേണമെന്ന് തോന്നിയാൽ അവരാരോടെങ്കിലും ചെന്ന് ചോദിക്കണം. ആ ചോദിക്കുന്ന വ്യക്തിയിൽ ആ ഗുണമുണ്ടെങ്കിലല്ലേ അയാൾക്കത് നൽകാൻ പറ്റൂ. അപ്പൊ ഇവിടെ നീ സമസ്ത ഗുണസമ്പന്നയാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിക്കാൻ സാധിക്കുന്ന സാധ്യതയുള്ള എല്ലാ ഗുണങ്ങളോടുമുള്ള ഇച്ഛ നിന്നിൽ പൂർണ്ണമായുണ്ട്. അപ്പൊ ആ ഇച്ഛയുണ്ടായാൽ ആ ഗുണങ്ങൾ നിന്നിലുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ നിന്നെ സമീപിച്ചാൽ മതി. അപ്പൊ ആർക്ക് വേണമെങ്കിലും സമീപിക്കാൻ പറ്റുന്ന ശോഭയോടൊത്ത മഹിമയോടൊത്തവളാണ് അമ്മ. അതുകൊണ്ട് സമസ്ത ഗുണസമ്പന്ന എന്നമ്മയെ വിളിച്ചിരിക്കുന്നു. സർവലക്ഷണ ലക്ഷിതേ, അമ്മയെ അറിയാൻ നമുക്ക് ചില ലക്ഷണങ്ങൾ ആവശ്യമാണ്. ലക്ഷണം എന്നാൽ ചിഹ്നം, അടയാളം എന്നൊക്കെ. അപ്പോൾ സർവലക്ഷണ ലക്ഷ്യത്തെ എന്ന് പറഞ്ഞാൽ സർവം എന്ന പദം തന്നെയാണ് നിന്നെ അറിയാനുള്ള ലക്ഷണം എന്നർത്ഥം വന്നു. സർവം എന്ന് പദം എല്ലാം, നീയാണ് സർവവും. ഇവിടെ ഉള്ളതിനെല്ലാം അസ്തിത്വം നൽകുന്ന സച്ചിദാനന്ദ രൂപി നീ തന്നെയാണ്. അതുകൊണ്ട് സർവം എന്ന പദം കൊണ്ട് ആരാണോ സൂചിപ്പിക്കപ്പെടുന്നത് അത് നീ തന്നെയാകുന്നു. അതുകൊണ്ട് സർവലക്ഷണ ലക്ഷിതേ. ഇനി ഇവിടെ ലക്ഷണ ശബ്ദം കൊണ്ട് നല്ല ലക്ഷണങ്ങൾ, നല്ല ശുഭമായ ലക്ഷണങ്ങൾ, മംഗളമായ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ മംഗളങ്ങളായ ലക്ഷണങ്ങളും ഒത്തവളാണ് നീ. അതുകൊണ്ട് സർവലക്ഷണ ലക്ഷിതേ. മംഗളം തന്നെ മൂർത്തിമത്തായാൽ ധനലക്ഷ്മി ആകുന്നു. അതുകൊണ്ട് സർവലക്ഷണ ലക്ഷിതേ. ഇനി ഈ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം നമ്മൾ ശക്തി കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഒരു ചൈതന്യത്തിന്റെ ലക്ഷണം മനസ്സിലാക്കുന്നു. ആ ചൈതന്യത്തിന്റെ ലക്ഷണം ആരെയാണ് സൂചിപ്പിക്കുന്നത്? അത് നീയാകുന്നു. അതുകൊണ്ടും സർവലക്ഷണ ലക്ഷിതേ. ശരചന്ദ്ര മുഖേ, നിന്റെ മുഖം ശരത്കാലത്തെ ചന്ദ്രനെ പോലെയാണ്. ശരത്കാലത്തെ ചന്ദ്രൻ എന്ന് എടുത്തു പറയുന്നത് ആ കാലഘട്ടത്തിൽ മേഘങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പൊ ആകാശത്ത് മേഘങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ ശോഭയോടുകൂടി തിളങ്ങുന്ന ചന്ദ്രനാണ് ശരചന്ദ്രൻ. അത്രയും ശോഭയോടൊത്ത മുഖത്തോടു കൂടിയവളായതുകൊണ്ട് ശരചന്ദ്ര മുഖേ. ചന്ദ്രൻ ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നവനാണ്. അപ്പൊ അമ്മയുടെ മുഖത്തെ കണ്ടാൽ ഭക്തരുടെ മനസ്സിലും ആഹ്ലാദം ജനിക്കും. അപ്പോൾ ചന്ദ്രന്റെ പൂർണ്ണ ശോഭ നമ്മൾ കാണുന്നത് ശരത്കാലത്തിലാണ്. അപ്പോൾ ആ ശരത്ചന്ദ്രന്റെ ആഹ്ലാദം ഏതുപോലെയാണോ അതുപോലത്തെ ആഹ്ലാദത്തെ നൽകുന്നവളാണ് നീ. അതുകൊണ്ട് ശരത്ചന്ദ്രമുഖേ നീലേ. നീല എന്ന് പറഞ്ഞാൽ ഇരുണ്ടവൾ, അവ്യക്ത സ്വരൂപിണിയാണ്. നിന്റെ രൂപം എന്താണെന്ന് എത്ര ധ്യാനിച്ചാലും ആർക്കും അറിയാൻ സാധിക്കില്ല. പല പ്രകാരത്തിലും നിന്നെ ഉപാസിക്കാം. ബാഹ്യമായി നമുക്ക് കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന ഭാവങ്ങളിൽ നിന്നെ ഉപാസിക്കാം. അങ്ങനെ ഉപാസിക്കുന്ന കോടാനുകോടി ഭക്തരുണ്ട് താൻ. എന്നാൽ അവരൊക്കെ അറിയുന്നു വാസ്തവത്തിൽ നീ എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയൂ, ബാക്കി ആരും അറിയുന്നില്ല. അതുകൊണ്ട് നീ അവ്യക്തയാണ്. ആ അവ്യക്ത ഭാവത്തെ കാണിക്കാനാണ് നീല നിറം. നീലം എന്ന് പറഞ്ഞാൽ ഇവിടെ കറുപ്പാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇരുണ്ട നിറത്തോടൊത്തവളാണ്. അതുകൊണ്ട് നീലേ എന്ന് വിളിച്ചിരിക്കുന്നു. നീല നീരജലോചനേ. നീരജം എന്നാൽ താമര.
നീല എന്നാൽ നീല നിറം എന്നർത്ഥമെടുക്കാം, മേഘത്തിൻ്റെ നിറം എന്നർത്ഥമെടുക്കാം. അപ്പം ആ നിറത്തിലുള്ള താമരയോട് സദൃശമായ ലോചനത്തോടൊത്തവൾ, നീലത്താമരയുടെ പോലത്തെ നീണ്ട ഇതളുകളുള്ള കണ്ണുകളുള്ളവളാണ് അമ്മ. അതുകൊണ്ട് നീല നീരജ ലോചനെ. പിന്നെ താമര എന്ന് പറയുമ്പോൾ എപ്പോഴും വരുന്ന ഒരു തത്വം ആ ഒട്ടലില്ലായ്മയാണ്. ഒന്നിനോടും ഒട്ടലില്ലാതെ ഇരിക്കുന്ന ഭാവമാണ് നിനക്ക്. പിന്നെ അമ്മയുടെ കണ്ണിലെ കൃഷ്ണമണി വളരെ കറുത്തിട്ടാണ്, അതുകൊണ്ടും ആ നീല ശബ്ദം അവിടെ ചേർത്ത് വായിച്ചിരിക്കുന്നു. അപ്പം നീല നീരജ ലോചനെ, അങ്ങനത്തെ കണ്ണോടൊത്തവളാണ് നീ. ഇതാണ് 12ാമത്തെ ശ്ലോകം. സമസ്ത ഗുണസമ്പന്നേ സർവലക്ഷണ ലക്ഷിതേ ശരചന്ദ്രമുഖേ നീലേ നീല നീരജ ലോചനെ. ഇതെല്ലാം സംബോധനകളാണ്, വിളിക്കുകയാണ് അമ്മയെ. അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. ചഞ്ചരീക ചമൂചാരു ശ്രീഹാര കുട്ടിലാലകേ മത്തേ ഭഗവതി മാത കാലകണ്ഠരവാമൃതേ. ചഞ്ചരീക ചമൂചാരു ശ്രീഹാര കുട്ടിലാലകേ. കുട്ടിലം എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, ആലകം എന്ന് പറഞ്ഞാൽ അഥവാ അലകം എന്ന് പറഞ്ഞാൽ മുടി. അപ്പൊ മുടിയുടെ ചുരുളുകൾ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നല്ല കേർലി ആയിട്ടുള്ള ചുരുണ്ട മുടിയാണ് അമ്മയ്ക്കുള്ളത്. ആ മുടിയിൽ ഒരുപാട് കാര്യങ്ങൾ അമ്മ ചാർത്തിയിട്ടുണ്ട്. അതാണ് ഹാര ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹാരം എന്നാൽ മാല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ മുടിയിൽ അമ്മ ചാർത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചഞ്ചരീക ചമു. ചഞ്ചരീകം എന്ന് പറഞ്ഞാൽ വണ്ട്, ചമു എന്ന് പറഞ്ഞാൽ സൈന്യം. അപ്പോൾ വണ്ടിന്റെ കൂട്ടം. ചാരു എന്ന് പറഞ്ഞാൽ കുങ്കുമം. അപ്പോൾ വണ്ടിന്റെ കൂട്ടം ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് ആ അമ്മയുടെ മുടിക്ക് ചുറ്റും. കാരണം അമ്മയുടെ മുടിക്ക് തന്നെ നല്ല സൗരഭ്യമുണ്ട്, നല്ല മണമുണ്ട്, സുഗന്ധമുണ്ട്. അപ്പൊ ആ മണം തട്ടിക്കൊണ്ട് വരികയാണ്. പക്ഷെ അത് മാത്രമല്ല, കാരണം അമ്മ അവിടെ ആ മണത്തെ ഒന്നും കൂടി കൂട്ടാനുള്ള പുഷ്പങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ചാരു എന്ന് പറഞ്ഞാൽ കുങ്കുമം, ശ്രീ എന്ന് പറഞ്ഞാൽ താമര, അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹാരം, മാലയെ അമ്മ ധരിച്ചിരിക്കുന്നു. അപ്പൊ മുടിക്കെട്ടിൽ അമ്മ കുങ്കുമത്തിന്റെയും അതുപോലെ താമരയുടെയും ഹാരം ധരിച്ചിട്ടുണ്ട്. അതിനു ചുറ്റും കറുത്ത വണ്ടുകൾ ഇങ്ങനെ മൂളി നടക്കുന്നുണ്ട്, ഒരു സൈന്യത്തെ പോലെ. അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടുകൾ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിൽ അമ്മയുടെ മുടിക്ക് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇനി ചാരു ശബ്ദത്തിന് മനോഹരം എന്നർത്ഥമുണ്ട്. അപ്പോൾ ശ്രീ എന്ന പദത്തിന് താമര എന്നർത്ഥമെടുത്താൽ താമരയുടെ ഹാരം, മാലയെ ശിരസിൽ ധരിച്ചിട്ടുണ്ട്. അതിനു ചുറ്റും വണ്ടുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടെല്ലാം മനോഹരമായിരിക്കുന്ന കേശത്തോടൊത്തവളാണ് അമ്മ. അതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന മുടിയാണ്, നല്ല തിക്കായിട്ടുള്ള കേർലി ആയിട്ടുള്ള മുടിയാണ് അമ്മയ്ക്കുള്ളത്. ചഞ്ചരീക ചമൂചാരു ശ്രീഹാര കുട്ടിലാലകേ. ഇനി ശ്രീ എന്നതിന് ഐശ്വര്യം എന്ന അർത്ഥമെടുത്താൽ ആ ഐശ്വര്യത്തെ തന്നെ ഹാരമാക്കി ധരിച്ചവൾ. അമ്മയ്ക്ക് അമ്മയുടെ മുടിയിലെ ഒരു അലങ്കാരം മാത്രമാണ് ഐശ്വര്യം, അതിനും അതീതമായ വൈഭവമാണ് അമ്മയ്ക്ക്. നമ്മൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യമൊക്കെ അമ്മയ്ക്കൊരു മുടിയിലെ അലങ്കാരം മാത്രമാണെന്ന ധ്വനിയും അവിടെയുണ്ട്. മത്തേ. മത്ത എന്ന് പറഞ്ഞാൽ സന്തുഷ്ട, പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൾ. ഇനി ഒന്നും വേണമെന്ന് വിചാരം പോലുമില്ല, തന്നിൽ തന്നെ സംതൃപ്തയാണ്. ഭക്തരുടെ സാന്നിധ്യം നിത്യം അമ്മയുടെ അടുത്തുണ്ടാവും. അപ്പൊ ഭക്തരുടെ ഭക്തിയിൽ സന്തുഷ്ടയായതുകൊണ്ടും മത്തയാണ്. കാരണം എന്തും ആഗ്രഹിക്കുന്നവർ ചെല്ലുന്നത് അവസാനം അമ്മയുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ സദാ ഇങ്ങനെ ഭക്തർ വന്ന് അമ്മയെ ഇങ്ങനെ ഉപാസിക്കും. അപ്പൊ അവരുടെ ഭക്തി കാണുമ്പോൾ, ആ മക്കളെ കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമുള്ളത് കൊണ്ട് സന്തുഷ്ടയാണ്, മത്തയാണ് അമ്മ. ഭഗവതിയാണ്. ഭഗ എന്നാൽ 6 ഗുണങ്ങൾ. ആ 6 ഗുണങ്ങളും ഒത്തവളാണ് അമ്മ. അതായത് ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ എന്ന് പറയുന്ന 6 ഗുണങ്ങളും ഒത്തവളായതുകൊണ്ട് അമ്മ ഭഗവതിയാണ്. ആ 6 ഗുണങ്ങളും ഭക്തർക്ക് നൽകുന്നവളായതുകൊണ്ടും ഭഗവതിയാണ്. മാത, അമ്മയാണ്. ഞങ്ങൾ അമ്മയെ ആശ്രയിക്കുന്നത് ഞങ്ങൾ അമ്മയുടെ മക്കളായതുകൊണ്ടാണ്. മക്കൾക്കൊരു ആവശ്യം വരുമ്പോൾ അമ്മയുടെ അടുത്തല്ലാതെ മറ്റെങ്ങോട്ടാണ് ചെല്ലുക? അപ്പം അതുകൊണ്ട് നീ അമ്മയാണ്. അപ്പം ആ മാതൃഭാവത്തെ ഉണർത്തി ഞങ്ങളെ ഒന്ന് കടാക്ഷിച്ചാലും എന്ന ധ്വനി ആ വിളിയിലുണ്ട്. കാരണം അമ്മ നമ്മളെ നോക്കിയാൽ, ആ കരുണയുണർന്നാൽ നമുക്ക് എല്ലാം കിട്ടുമെന്ന് ഉറപ്പാണ്. കലകണ്ഠരവാമൃതേ. കലകണ്ഠ ശബ്ദത്തിന് അരയന്നം എന്നർത്ഥമുണ്ട്, അതുപോലെ കുയിൽ എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ കുയിലിൻ്റെയും അരയന്നത്തിൻ്റെയും രവം, ശബ്ദം അമൃതമായി പാനം ചെയ്യുന്നവൾ. അപ്പോൾ കുയിലും അരയന്നങ്ങളും അമ്മയ്ക്ക് ചുറ്റും വസിക്കുന്നുണ്ട്. അവർ അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സ്തുതിയെ ഇങ്ങനെ പാനം ചെയ്ത് അമൃതം പോലെ അതിനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ്. അഥവാ അവരുടെ സ്തുതി അമൃത സമാനമാണ്. അതായത് അതിന് അവസാനമില്ല, അതിങ്ങനെ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു.
ആ ഭാവത്തിൽ ഇരിക്കുന്നവളായതുകൊണ്ട് കലകണ്ഠരവാമൃതി. ഇനി കലകണ്ഠത്തിന് നല്ല ശബ്ദം എന്നർത്ഥമുണ്ട്. അപ്പൊ നല്ല ശബ്ദമാകുന്ന രവാ ശബ്ദത്തിനും ശബ്ദം എന്നുള്ളത് കൊണ്ട് നല്ല ശബ്ദം എന്ന പദത്തിന് നമുക്ക് സ്തുതി എന്ന അർത്ഥം എടുക്കാം. അപ്പൊ സ്തുതിയുടെ ശബ്ദങ്ങളെ നിരന്തരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ. ആരാ സ്തുതിക്കുന്നത്? എല്ലാ ഭക്തരും സ്തുതിക്കുകയാണ്. നേരത്തെ അരയന്നവും കുയിലുകളും എന്ന് പറഞ്ഞു, അവർ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ പക്ഷികളുടെ സാന്നിധ്യം അവിടെ കാണാം. എന്നാൽ അവർക്ക് പകരം ഭക്തന്മാരും അവിടെ ഉണ്ടാവും. ആ ഭക്തന്മാരും സദാ അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആ സ്തുതിയെ കലകണ്ഠ ശബ്ദം കൊണ്ടെടുത്താൽ ആ സ്തുതിയുടെ ശബ്ദം ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവൾ, അത് അമൃത സമാനമായി ആസ്വദിക്കുന്നവൾ, അത് കേൾക്കുമ്പോൾ അത് ചൊല്ലുന്നവർക്ക് അമൃതത്തെ കൊടുക്കുന്നവൾ എന്നെല്ലാം അർത്ഥത്തിൽ കലകണ്ഠരവാമൃത എന്ന അമ്മയെ വിളിച്ചിരിക്കുന്നു. ഇതാണ് 13ാമത്തെ ശ്ലോകം. ചഞ്ചരീക ചമൂചാരു ശ്രീഹാര കുടിലാലകെ മത്തേ ഭഗവതി മാത കലകണ്ഠരവാമൃതേ. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ഹാസാവലോകനൈർ ദിവ്യൈ ഭക്തചിന്താപഹാരികേ രൂപലാവണ്യ താരുണ്യ കാരുണ്യ ഗുണഭാജനേ. ഹാസാവലോകനൈർ, ഹാസം എന്നാൽ ചിരി, മന്ദഹാസം. അപ്പൊ നല്ല പുഞ്ചിരി തൂകിക്കൊണ്ടുള്ള അവലോകനം, നോട്ടം. അമ്മയുടെ മുഖം എപ്പോഴും പ്രസാദത്തോടൊത്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം അമ്മ നിത്യതൃപ്തയാണ്, സന്തുഷ്ടയാണ്. മത്ത എന്ന് വിളിച്ചുവല്ലോ, അപ്പൊ സന്തുഷ്ടയാണ് അമ്മ. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അമ്മ നോക്കും. ആ നോട്ടം കൊണ്ട്, അതെങ്ങനെയുള്ള നോട്ടമാണ്? ദിവ്യമായ നോട്ടമാണ്, അലൗകികമായ നോട്ടമാണ്, സാധാരണ മനുഷ്യന്റെ നോട്ടമല്ല. അപ്പോ അലൗകികമായ ദിവ്യമായ ആ പുഞ്ചിരിയോടൊത്തിട്ടുള്ള നോട്ടത്താൽ ഭക്തന്മാരുടെ ചിന്തകളെ അപഹരിക്കുന്നവളാണ് നീ. അമ്മയുടെ ആ നോട്ടം തന്നെയാണ് പരമാനന്ദം എന്നർത്ഥമെടുക്കാം. ആ പരമാനന്ദം അനുഭവിച്ചാൽ മനസ്സ് ശാന്തമാകും, അതിലൊരു ചിന്തയുമില്ല. അപ്പൊ അതുകൊണ്ട് ചിന്തയെ അപഹരിക്കുന്നവളാണ്. ഇനി മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പൊ അത് വേണം, ഇത് വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഭക്തര് നിന്നെ സ്തുതിക്കുന്നു. ആ സ്തുതിക്കുന്ന സമയത്ത് ആ സ്തുതി കേട്ട് പ്രസാദിച്ച് നീ ചിരിച്ചുകൊണ്ട് അവരെ ഒന്ന് നോക്കിയാൽ, നിന്റെ ആ ദിവ്യമായ ദൃഷ്ടി പതിഞ്ഞാൽ അവർ ചോദിച്ച ആഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാതെയായി, ചിന്തയില്ലാതെയാ, അതുകൊണ്ടും ചിന്തയെ അപഹരിക്കുന്നവളാണ്. അതാണ് ഹാസാവലോകനൈർ ദിവ്യൈർ ഭക്ത ചിന്താപഹാരികേ രൂപലാവണ്യ താരുണ്യ കാരുണ്യ ഗുണഭാജനേ. ലാവണ്യ ശബ്ദത്തിന് സൗന്ദര്യം എന്നാണ് അർത്ഥം. അപ്പോൾ രൂപലാവണ്യം നിനക്കുണ്ട്, നീ നല്ല സുന്ദരമായ രൂപത്തോടൊത്തവളാണ്. ആര് കണ്ടാലും നിന്നിലേക്ക് മനസ്സ് ഏകാഗ്രമായി പ്രവഹിക്കും, അത്രയും സൗന്ദര്യം നിനക്കുണ്ട്. അതുകൊണ്ട് രൂപലാവണ്യമുണ്ട്. താരുണ്യം എന്നാൽ യുവത്വം, നിത്യയുവത്വമാണ് അമ്മയ്ക്ക് മറ്റ് ദശകളൊന്നുമില്ല, വാർദ്ധക്യമൊന്നും അമ്മയ്ക്ക് സംഭവിക്കില്ല. കാരണം അമ്മ നിത്യവസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് ആ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഏറ്റവും ശക്തിയുടെ പൂർണ്ണത അനുഭവിക്കുന്നത് ആ യുവഭാവത്തിലാണ്. അപ്പൊ ശക്തി പരിപൂർണയായിരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് നിത്യയുവത്വമാണ്. അതുകൊണ്ട് താരുണ്യം, കാരുണ്യം, കരുണ എന്നെല്ലാമുള്ള ഗുണത്തെ തന്നിൽ ധരിച്ചിരിക്കുന്നവളായതുകൊണ്ട് ഗുണഭാജനെ. അപ്പൊ അമ്മയിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്താണ്? രൂപലാവണ്യമുണ്ട്, താരുണ്യമുണ്ട്, കാരുണ്യമുണ്ട്. ഈ ഗുണങ്ങളോടെല്ലാം ഒത്തവളാണ് അമ്മ. അപ്പൊ അമ്മയെ ഉപാസിക്കുമ്പോൾ ഈ ഗുണങ്ങൾ നമുക്കും കിട്ടും. നമുക്ക് യുവത്വത്തിന്റെ ബലം കിട്ടും, നല്ല സൗന്ദര്യം കിട്ടും, മറ്റുള്ളവരോട് കാരുണ്യം നമുക്കുണ്ടാവും. ഇത്തരം ഗുണങ്ങൾ നമുക്ക് അമ്മയുടെ ഉപാസനയിലൂടെ നേടിയെടുക്കാമെന്ന ഒരു രഹസ്യവും അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാണ് 14ാമത്തെ ശ്ലോകം. ഹാസാവലോകനൈർ ദിവ്യൈർ ഭക്ത ചിന്താപഹാരികേ രൂപലാവണ്യ താരുണ്യ കാരുണ്യ ഗുണഭാജനേ. അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. ക്വനത് കങ്കണ മഞ്ജീരേ ലസല്ലീലാകരാംബുജേ രുദ്രപ്രകാശിതേ തത്വേ ധർമാധാരേ ധരാലയേ. ക്വനത് കങ്കണ മഞ്ജീരേ. ക്വനത് എന്ന് പറഞ്ഞാൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, കങ്കണം എന്ന് പറഞ്ഞാൽ കയ്യിൽ ധരിക്കുന്ന വള, മഞ്ജീരം എന്ന് പറഞ്ഞാൽ കാലിൽ ധരിക്കുന്ന പാദസരം, നൂപുരം. അപ്പോൾ ഈ രണ്ട് ആഭരണങ്ങളും, അതായത് അമ്മയുടെ കയ്യിലുള്ള വളകളും കാലിലുള്ള പാദസരങ്ങളും സദാ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദത്തോടൊത്തവളാണ്. സൂക്ഷ്മമായ ഉപാസനയൊക്കെ നടത്തുന്നവർ ഈ ശബ്ദത്തിലൂടെയാണ് അമ്മയുടെ സാന്നിധ്യം ആദ്യം അറിയുന്നത്. ആ ചിലങ്കയുടെ ശബ്ദം, അതുപോലെ വളയുടെ ശബ്ദം, ഇതൊക്കെ കേട്ടിട്ടാണ് പലരും ആദ്യം ആ സാന്നിധ്യം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വനത് കങ്കണ മഞ്ജീരേ. പിന്നെ ഈ ശബ്ദങ്ങളെല്ലാം മംഗളപ്രദങ്ങളാണ്. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ ദുഷ്ടതകളും ഇല്ലാതെയായി, അശുഭങ്ങളും ഇല്ലാതെയായി ശുഭം വ്യാപിക്കും.
അപ്പൊ എല്ലായിടത്തും ശുഭത്തെ വ്യാപിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അമ്മ ഈ ശബ്ദത്തെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാ സ്ഥലത്തേക്കും ചെല്ലുക. അപ്പൊ അമ്മയെ ഉപാസിക്കുന്ന സമയത്ത് അമ്മ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ശബ്ദത്തോടു കൂടി വന്ന് അവിടെയുള്ള അശുഭത്തെ മുഴുവൻ ഇല്ലാതെയാക്കി നമുക്ക് ശുഭത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് ക്വനത് കങ്കന മഞ്ജീരേ ലസല്ലീലാ കരാംബുജേ, അമ്മയുടെ കരങ്ങൾ അംബുജത്തിനെ പോലെ കോമളമാണ്, ഒട്ടലില്ലാത്തതാണ്. ആ കരങ്ങൾ നിത്യം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്തർക്കുള്ള അനുഗ്രഹം, ഭക്തർക്കുള്ള സംരക്ഷണം, ഇതെല്ലാം അമ്മയ്ക്ക് വെറും കളിയാണ്, ക്രീഡയാണ്. ഒരു പ്രവൃത്തി ലാഘവത്തോടു കൂടി ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് കളിയാകുന്നത്. അമ്മയ്ക്ക് ഭക്തരെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. കാരണം വെറുതെ ഒന്ന് നോക്കിയാൽ മതി, ആ അവലോകനം കൊണ്ട് തന്നെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കുന്നവളാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഭക്തരെ അനുഗ്രഹിക്കുക എന്നുള്ളത് വെറും ക്രീഡയാണ്. ആ ക്രീഡയിൽ സദാ അമ്മയുടെ കൈ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നു. അംബുജം പോലെ കോമളമായിരിക്കുന്ന ഒട്ടലില്ലാത്ത കൈകൾ അതിൽ തന്നെ അതായത് അമ്മ എപ്പോഴും ഭക്തരെ രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാനശീല എന്ന് വിളിച്ചു. അമ്മയ്ക്ക് ഭക്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭക്തി ഒന്ന് സമ്പാദിച്ചാൽ മാത്രം മതി, അതിലൂടെ അമ്മയിൽ നിന്നും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. രുദ്രപ്രകാശിതേ, രുദ്രനാൽ പ്രകാശിതയായവൾ. ഇപ്പൊ ഈ സ്തോത്രം തന്നെ എടുത്താൽ ഇത് നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? രുദ്രൻ ഇത് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ഈ അമ്മയുടെ രൂപത്തെ, തത്വത്തെ രുദ്രനാണ് ലോകത്തിൽ പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് രുദ്രപ്രകാശിതേ. ഇനി രുദ്ര ശബ്ദത്തിന് ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്ന അർത്ഥമുണ്ടാക്കിയാൽ ആ രുദ്രനെ പ്രകാശിപ്പിക്കുന്നവൾ അമ്മയാണ്. അപ്പോൾ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നത് അമ്മയാണ്. അപ്പൊ നമുക്ക് ലോകത്തിൽ ദുഃഖത്തെ ഇല്ലാതെയാക്കാനുള്ള അവസരങ്ങൾ എവിടെയെല്ലാം ലഭിച്ചാലും അവിടെ നമ്മൾ അമ്മയുടെ സാന്നിധ്യം കണ്ട് അമ്മയെ നമിക്കണം. കാരണം പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പോലും അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പൊ ആൾക്കാർ പലരുമാണ് എന്നെ സഹായിച്ചതെന്ന തെറ്റിദ്ധാരണയില്ലാതെ അവരിലൂടെ പ്രവർത്തിച്ചത് അമ്മയാണെന്ന ബോധത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് രുദ്രപ്രകാശിതേ തത്വേ. തത്വം എന്നാൽ ബ്രഹ്മം, ബ്രഹ്മസ്വരൂപിണി തന്നെയാണ് അമ്മ. നമ്മുടെ എല്ലാം സ്വരൂപത്തിലിരിക്കുന്നത് അമ്മ തന്നെയാണ്. അതുകൊണ്ട് തത്വേ. ധർമാധാരേ, ധർമ്മത്തിന് ആധാരമായിരിക്കുന്നവളാണ്. നമുക്ക് സഹജമായിട്ടുള്ളത് എന്തോ അതാണ് ധർമ്മം. ആ ധർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അർത്ഥവും കാമവും മോക്ഷവും ഉള്ളൂ. അപ്പൊ ആ ധർമ്മത്തിന് തന്നെ ആധാരമായിരിക്കുന്നവളായതുകൊണ്ട് പുരുഷാർത്ഥങ്ങൾക്ക് ആധാരമായിരിക്കുന്നവളാണ്. അതുകൊണ്ട് ധർമാധാരേ. പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയ്ക്ക് ആധാരമായിരിക്കുന്നവൾ ധർമാധാര. ധരാലയേ. ധര എന്ന ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. അപ്പൊ ഭൂമിക്ക് ആലയമായിരിക്കുന്നവൾ, ഭൂമിക്ക് വാസസ്ഥലമായിരിക്കുന്നവൾ, ആശ്രയമായിരിക്കുന്നവൾ ധരാലയ. ഭൂമിയിൽ വസിക്കുന്നവളായതുകൊണ്ടും ധരാലയയാണ്. ഭൂമിയിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഭൂമിയിൽ പല ഐശ്വര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്ന ഐശ്വര്യങ്ങളെല്ലാം ധനലക്ഷ്മി തന്നെയാണ്. അതുകൊണ്ട് ധരാലയ എന്ന അമ്മയെ വിളിച്ചിരിക്കുന്നു. ഇതാണ് 15ാമത്തെ ശ്ലോകം. ക്വനത് കങ്കന മഞ്ജീരേ ലസല്ലീലാകരാംബുജേ രുദ്രപ്രകാശിതേ തത്വേ ധർമാധാരേ ധരാലയേ. അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. പ്രയച്ഛയജമാനായ ധനം ധർമ്മൈക സാധനം മാതസ്ത്വം മേ വിലംബേന ദിശസ്വ ജഗദംബികേ. കുറേ അമ്മയെ വിളിച്ചു. ഇങ്ങനെ സ്തുതിച്ച് അമ്മയുടെ സംബോധനയിലൂടെ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ നമ്മിലേക്ക് കൊണ്ടുവന്ന് ചോദിക്കുകയാണ്. പ്രയച്ഛ യജമാനായ. യജിക്കുന്നവൻ ആരോ അവനാണ് യജമാനൻ, അർത്ഥിക്കുന്നവനാണ് യജമാനൻ. അപ്പൊ അമ്മയിൽ നിന്നും ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്നവൻ ഇവിടെ ആരാ? ഞാനാണ്. ഈ സാധാരണക്കാരനായ ഞാനാണ് ഇവിടെ യജമാനൻ. അപ്പൊ ആ ചോദിക്കുന്ന എനിക്ക് പ്രയച്ഛ നൽകിയാലും എന്താണ്? ധനം, ധനത്തെ നൽകിയാലും. ഞാൻ ചോദിക്കുന്നത് ധനമാണ്. ആ ചോദിക്കുന്ന ധനത്തെ എനിക്ക് നൽകിയാലും. എങ്ങനെയുള്ള ധനമാണത്? ധർമ്മൈക സാധനം. ധർമ്മത്തിന് ഏകസാധനമായിരിക്കുന്ന ധനത്തെ എനിക്ക് നൽകിയാലും. ധർമ്മത്തിന് ഏകസാധനം. സാധനം എന്ന പദം കൊണ്ട് ഇവിടെ കാരണം, ഹേതു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ധർമ്മത്തിന് ഒരേ ഒരു കാരണമായിരിക്കുന്ന ധനം. നമുക്ക് ഈ ലോകത്തിൽ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ധനം വേണം. അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിന് മൂലാശ്രയം ധനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ധനം എനിക്ക് വേണം. അതായത് ധനം ഞാൻ സമ്പാദിക്കണം. ആ സമ്പാദിച്ച ധനത്തിലൂടെ ധർമ്മിഷ്ഠമായ ജീവിതം എനിക്ക് ഉണ്ടാവണം എന്നവിടെ സൂചിപ്പിച്ചു.
ഇനി ധർമ്മം ഏതൊന്നിനാണോ ഒരേ ഒരു കാരണമായിരിക്കുന്നത് ആ ധനത്തെ എനിക്ക് നൽകിയാലും, അവിടെയും ഇത് തന്നെയാണ് അർത്ഥം, പക്ഷെ മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. കാരണം ധർമ്മം അനുഷ്ഠിച്ചിട്ട് വേണം നമ്മൾ അർത്ഥത്തെ നേടാൻ. അപ്പോൾ ധർമ്മം ചെയ്തുകൊണ്ട് ആചരിച്ചുകൊണ്ട് ധനത്തെ എനിക്ക് നേടാൻ സാധിക്കട്ടെ. അപ്പൊ ധർമ്മം ഹേതുവായിട്ടുള്ള ധനം എനിക്ക് ലഭിക്കട്ടെ. ആ ധനം എനിക്ക് ധർമ്മഹേതുവായി ഭവിക്കട്ടെ. ആ ധനത്തിലൂടെ ഞാൻ ധാർമ്മികമായ പ്രവൃത്തി ചെയ്യട്ടെ എന്നിവിടെ രണ്ടർത്ഥത്തിലും ധനം ധർമ്മൈക സാധനം എന്ന പ്രയോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. മാതഃ അമ്മേ, ത്വം നീ, മേ എനിക്ക്, അവിലംബേന ദിശസ്വ ഒട്ടും വിലംബമില്ലാതെ ഒട്ടും താമസമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നൽകിയാലും എന്ത്? ധർമ്മൈക സാധനമായ ധനം. ജഗദംബികെ ജഗത്തിനു മുഴുവൻ അമ്മയായിരിക്കുന്നവളാണ് നീ. ഞാൻ ഈ ജഗത്തിന്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം മാത്രമാണ്. നീ ഈ ജഗത്തിന് മുഴുവൻ അമ്മയാണ്. അപ്പൊ ജഗത്തിന്റെ ഭാഗമായിരിക്കുന്ന എനിക്കും നീ തന്നെയാണ് അമ്മ. നീ മാത്രമാണ് ആശ്രയം. ഈ ജഗത്തിൽ പല ആശ്രയങ്ങളും ഉണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് അതിന്റെ പിന്നിൽ എന്തിനാണ് പോകേണ്ടത്? ജഗത്തിന് മുഴുവൻ ആശ്രയയായിരിക്കുന്ന നിന്നെ കാണാൻ സാധിക്കുമ്പോൾ നിന്റെ അടുത്തല്ലേ ഞാൻ വരേണ്ടത്? ഭക്തൻ ചെയ്യേണ്ടത് നിന്റെ ഉപാസനയല്ലേ? അതുകൊണ്ട് ജഗദംബികയായ അമ്മയെ ഞാനിതാ നിന്നോട് തന്നെ ചോദിക്കുന്നു. ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിന്നോട് തന്നെ ചോദിക്കുന്നു. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഉപാസനകളെല്ലാം നേരിട്ടുള്ള ഉപാസനയായിരുന്നു. പിന്നീടാണ് ഇടനിലക്കാരികൾ വന്നുകൊണ്ട് ഭക്തിയുടെ തലം മാറിപ്പോയത്. വാസ്തവത്തിൽ അതൊരു ച്യുതിയാണ്. ഭഗവാനും ഭക്തനും ഇടയിൽ ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ഭഗവാനും ഭക്തനും തമ്മിലുള്ളത് നേരിട്ടുള്ള ബന്ധമാണ്, ആത്മബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളുടെയും ആശ്രയമില്ലാതെ ഞാൻ ഇതാ നേരിട്ട് നിന്റെ അടുത്ത് വന്ന്, അല്ലയോ ജഗത്തിനു മുഴുവൻ അമ്മയായിരിക്കുന്നവളെ, നിന്നോട് ചോദിക്കുന്നു ധർമ്മൈക സാധനമായ ധനത്തെ അതെനിക്ക് നൽകിയാലും എന്ന് 16ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നൽകിയാലുമെന്ന്. അവിലംബേന ദിശസ്വ പ്രയച്ഛയജമാനായ ധനം ധർമ്മൈക സാധനം മാതസ്ത്വം മേ വിലംബേന ദിശസ്വ ജഗദംബികേ. ഇതായിരുന്നു 16ാമത്തെ ശ്ലോകം. അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. കൃപയാ കരുണാകാരേ പ്രാർത്ഥിതം കുരു മേ ശുഭേ വസുധേ വസുധാരൂപേ വസുവാസവ വന്ദിതേ. കൃപയാ കൃപയോടുകൂടി, കരുണാകാരേ ആകാരം എന്നാൽ വാസസ്ഥലം, ഇരിപ്പിടം. കരുണയുടെ ഇരിപ്പിടമായിരിക്കുന്നവൻ, കരുണയുടെ ആലയമായിരിക്കുന്നവളാണ് നീ. അതുകൊണ്ട് കരുണാകാരേ, അങ്ങനെയുള്ള നിന്നോട് പ്രാർത്ഥിതം മേ പ്രാർത്ഥിതം എന്നാൽ പ്രാർത്ഥിതമായത്, കുരു ചെയ്താലും, ശുഭേ സംബോധനയാണ്, ശുഭസ്വരൂപിണിയായിരിക്കുന്നവളെ കൃപയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് നീ ചെയ്തു തന്നാലും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കൃപയോടുകൂടിയാണ്, നീ ചെയ്തു തരേണ്ടതും കൃപയോടുകൂടിയാണ്. ഇങ്ങനെ രണ്ട് ധ്വനിയും വന്നു. കൃപയോടുകൂടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ കൃപ വേണം. അപ്പൊ കൃപ യാചിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് മറ്റൊരു ആശ്രയവുമില്ല. അപ്പൊ ഞാൻ അത്രയും നിസ്സഹായ ഭാവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നിസ്സഹായതയുള്ള എന്നെ കണ്ട് നിന്റെ കൃപ ഉണരണം. ആ കൃപയോടുകൂടി നീ ഞാൻ പ്രാർത്ഥിച്ചത് ചെയ്തു തന്നാലും. കാരണം നീ ശുഭസ്വരൂപിണിയാണ്, ഞാൻ ശുഭത്തെ മാത്രമാണ് കാക്ഷിക്കുന്നത്. വസുധേ, വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പൊ ഭൂമിയായി ശോഭിക്കുന്നവളെ, വസുധാരൂപേ വസുധയുടെ രൂപത്തിൽ ഇരിക്കുന്നവൾ. ഇവിടെ വസുധാ ശബ്ദത്തിന് ധനം നൽകുന്നവൾ, വസു എന്നതിന് ധനവും ആ ധനത്തെ നൽകുന്നവൾ, ധനത്തിന് ആശ്രയമായിരിക്കുന്നവൾ എന്നർത്ഥം കിട്ടും. അപ്പോൾ വസുധാരൂപ എന്നാൽ ധനത്തെ നൽകുന്നവളെ, നീ ഭൂമിയായിരിക്കുന്നു, ഈ ഭൂമിയിലുള്ള എല്ലാ ധനത്തെയും നൽകുന്നതും നീ തന്നെയാണ്. അതുകൊണ്ട് വസുധേ വസുധാരൂപേ വസുവാസവ വന്ദിതേ. വസു എന്ന ശബ്ദത്തിന് സൂര്യൻ, അതുപോലെ അഗ്നി, ശിവൻ, കുബേരൻ എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പോൾ വസുവിനാൽ വന്ദിതയായവൾ എന്ന് പറഞ്ഞാൽ ഇവരാൽ എല്ലാം വന്ദിതയാണ്. സൂര്യൻ നിന്നെ ഉപാസിക്കുന്നു, ശിവൻ നിന്നെ ഉപാസിക്കുന്നു, കുബേരൻ നിന്നെ ഉപാസിക്കുന്നു, അഗ്നി നിന്നെ ഉപാസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദേവന്മാരും നിന്നെ ഉപാസിക്കുന്നു. അതുപോലെ വാസവ വന്ദിതേ, വാസവൻ എന്നാൽ ഇന്ദ്രൻ. അപ്പോൾ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രനും നിന്നെ ഉപാസിക്കുന്നു. എല്ലാവരും ഉപാസിക്കുന്നത് നിന്നെയാണ്. കാരണം ദേവതമാരുടെ കൂട്ടത്തിൽ സൂര്യൻ, അഗ്നി തുടങ്ങിയവർ വന്നു, ഇന്ദ്രൻ വന്നു, യക്ഷന്മാര് കുബേരന്റെ പേരിൽ വന്നു, ത്രിമൂർത്തികൾ ശിവന്റെ നാമത്തിൽ വന്നു. അങ്ങനെയുള്ള എല്ലാവരും നിന്നെയാണ് വന്ദിക്കുന്നത്. അതുകൊണ്ട് നീ ഞാൻ പ്രാർത്ഥിച്ചതിനെ ചെയ്തു തന്നാലും, കാരണം എൻ്റെ പ്രാർത്ഥന ശുഭമായ പ്രാർത്ഥനയാണ്, നീ കൃപയുള്ളവളാണ്.
അപ്പൊ ശുഭമായ പ്രാർത്ഥനയെ കണ്ട് കൃപയോടൊത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ചെയ്തു തന്നാലും എന്നിവിടെ 17ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയാ കരുണാകാരേ പ്രാർത്ഥിതം കുരു മേ ശുഭേ വസുധേ വസുധാരൂപേ വസുവാസവ വന്ദിതേ. അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ധനദേ യജമാനായ വരദേ വരദാഭവ ബ്രഹ്മണ്യൈർബ്രാഹ്മണൈ പൂജ്യേ പാർവതി ശിവശങ്കരേ. ധനദേ, ധനത്തെ നൽകുന്നവളാണ് നീ. അമ്മയെ വിളിക്കുകയാണ്, സംബോധനയാണ്. ധനദേ, ധനത്തെ നൽകുന്നവളാണ്. ആർക്കാണ് നീ ധനത്തെ നൽകുന്നത്? യജമാനന് വേണ്ടിയാണ്. അപ്പോൾ യജമാനായ വരദാഭവ, അമ്മയെ വരദേ എന്നിവിടെ വിളിക്കുന്നുണ്ട്. അപ്പൊ നീ ധനം നൽകുന്നവളാണ്, വരം നൽകുന്നവളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നൽകുന്നവളായതുകൊണ്ട് വരദ. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതെന്തോ അത് നൽകുന്നവളായതുകൊണ്ടും വരദ. അപ്പൊ ഇങ്ങനെ രണ്ടർത്ഥത്തിലും വരദയായിരിക്കുന്ന, ധനതയായിരിക്കുന്ന നീ യജമാനായ വരദാഭവ, യജമാനനായിക്കൊണ്ട് വരദയായി ഭവിച്ചാലും. യജമാനൻ ഞാൻ ഇവിടെ യജിക്കുകയാണ് നിന്നോട്. ആ യജിക്കുന്ന എനിക്ക് നീ വരദായകയായി ഭവിച്ചാലും, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ ആ വരത്തെ എനിക്ക് നൽകിയാലും, എനിക്ക് ശ്രേഷ്ഠതയെ നൽകിയാലും എന്ന രണ്ടർത്ഥത്തിലും നീ എനിക്ക് വരദയായി ഭവിച്ചാലും. ബ്രഹ്മണ്യൈ ബ്രാഹ്മണൈ പൂജ്യേ, ബ്രഹ്മണ്യമുള്ള ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടുന്നവളാണ് നീ. ബ്രഹ്മണ്യം എന്നാൽ ബ്രഹ്മത്തെ അറിഞ്ഞവർ. ബ്രാഹ്മണ ശബ്ദത്തിന് വേദ വിത്തുകൾ. അപ്പൊ വേദം പഠിച്ചിട്ടുള്ള ബ്രാഹ്മണർ ആ വേദത്തിന്റെ സാരമായ നിന്നെ അറിഞ്ഞാൽ, നീയാണ് സാരം എന്ന് ഗ്രഹിച്ചാൽ അവർ നിന്നെ പൂജിക്കും. അപ്പോൾ ബ്രഹ്മണ്യ ബ്രാഹ്മണൈർ പൂജ്യ എന്ന് പറഞ്ഞാൽ നീ വേദത്തിന്റെ സാരം തന്നെയാണ്. വേദം ആരെ ഉപാസിക്കുന്നുവോ ആ പരബ്രഹ്മം നീ തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മണ്യൈർ ബ്രാഹ്മണൈ പൂജ്യേ പാർവതി ശിവശങ്കരേ. പാർവതിക്കും ശിവനും മംഗളത്തെ ചെയ്യുന്നവളാണ് നീ. അതുകൊണ്ട് പാർവതി ശിവശങ്കരേ. പാർവതി ആയിക്കൊണ്ട് ശിവന് മംഗളത്തെ ചെയ്യുന്നവളാണ്. അതുകൊണ്ടും പാർവതി ശിവശങ്കരേ. കാരണം അമ്മയുടെ പര്യായ പദങ്ങൾ നമ്മൾ ഈ സ്തോത്രത്തിൽ കണ്ടു. അപ്പൊ പാർവതി തന്നെയാണ് ധനലക്ഷ്മി എന്ന ഒരു രഹസ്യം അതിൽ നിന്നും നമ്മൾ ഗ്രഹിച്ചു. അപ്പൊ പാർവതി ആയിട്ടൊരു രൂപമെടുത്ത് നീ വന്നത് ശിവന് മംഗളത്തെ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ശിവനാണ് ലോകത്തിന് മംഗളം ചെയ്യുന്നത്. ലോകത്തിന്റെ ദുഃഖമില്ലാതെയാക്കി ലോകത്തിന് മംഗളം കൊടുക്കുന്ന ശിവന് മംഗളം ചെയ്യാനായിട്ട് നീ പാർവതി എന്ന രൂപം ധരിച്ചിരിക്കുന്നവളാണ് എന്നുള്ളത് കൊണ്ട് പാർവതി ശിവശങ്കരേ. അതല്ലെങ്കിൽ പാർവതിക്കും ശിവനും മംഗളത്തെ ചെയ്യുന്നത് നീ തന്നെയാണ്. അതുകൊണ്ടും പാർവതി ശിവശങ്കരേ. ഇതായിരുന്നു 18ാമത്തെ ശ്ലോകം. ധനദേ യജമാനായ വരദേ വരദാഭവ ബ്രഹ്മണ്യൈർ ബ്രാഹ്മണൈ പൂജ്യേ പാർവതി ശിവശങ്കരേ. ഇവിടെ സ്തോത്രം സമാപിക്കുകയാണ്. ഇനി ഫലശ്രുതിയാണ്. 19ാമത്തെ ശ്ലോകം. സ്തോത്രം ദരിദ്രതാ വ്യാധി ശമനം സുധനപ്രദം ശ്രീകരേ ശങ്കരേ ശ്രീദേ പ്രസീദമയി കിങ്കരേ. കിങ്കരേ മയി, കിങ്കരനായിരിക്കുന്ന എന്നിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എപ്പോഴും ചോദിച്ചു നിൽക്കുന്നവനാണ് കിങ്കരൻ. കിം കരോമി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവൻ, അതായത് സേവകൻ. ഞാൻ നിന്റെ സേവകനാണ്, നിന്റെ ദാസനാണ്, നിന്റെ ഭക്തനാണ്. അങ്ങനെയുള്ള എന്നിൽ പ്രസാദിച്ചാലും. എന്തുകൊണ്ടാണ് പ്രസാദിക്കേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്തോത്രത്തെ പ്രദാനം ചെയ്തു. എങ്ങനെയുള്ള സ്തോത്രമാണിത്? ദരിദ്രതാ വ്യാധി ശമനം, ഒരു അസുഖത്തെ, ഒരു വ്യാധിയെ ഇല്ലാതെയാക്കുന്നതാണ് ഈ സ്തോത്രം. ഏതാണ് ഈ വ്യാധി? ദരിദ്രതയാണ്. ദാരിദ്ര്യമാകുന്ന വ്യാധിയെ ഇല്ലാതെയാക്കുന്നതാണ് ഈ സ്തോത്രം. അഥവാ ദാരിദ്ര്യത്തെയും വ്യാധിയെയും ഇല്ലാതെയാക്കുന്നതാണ് ഈ സ്തോത്രം. അപ്പോൾ വ്യാധി എന്ന ശബ്ദം കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങളും പെട്ടു. അപ്പൊ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കി, നമ്മുടെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതെയാക്കി, ദാരിദ്ര്യ ദുഃഖത്തെയും ഇല്ലാതെയാക്കുന്ന സ്തോത്രമാണിത്. സുധനപ്രദം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് ഈ സ്തോത്രം. വെറും ധനമല്ല, നല്ല ധനം. അപ്പോൾ ശാശ്വതമായ ധനമാണ്. അത് നല്ല രീതിയിൽ എനിക്ക് ലഭിച്ച് അതുകൊണ്ട് എനിക്ക് പുഷ്ടി മാത്രം ഉണ്ടാകുന്ന വിധമുള്ള ധനത്തെ നൽകുന്ന സ്തോത്രമാണ്. അത് ഞാൻ ചൊല്ലി, നിനക്ക് വേണ്ടി ചൊല്ലി. അതുകൊണ്ട് എന്നിൽ, അങ്ങനെ കിങ്കരനായിരിക്കുന്ന എന്നിൽ നീ പ്രസാദിച്ചാലും. എന്നിട്ട് 3 സംബോധനകളും ഇവിടെ കൊടുക്കുകയാണ്. ശ്രീകരേ ശങ്കരേ ശ്രീദേ. ശ്രീ ചെയ്യുന്നവൾ, ശ്രീകര മംഗളത്തെ ചെയ്യുന്നവൾ, ഐശ്വര്യത്തെ നൽകുന്നവൾ. ശങ്കരേ മംഗളത്തെ ചെയ്യുന്നവൾ, ശ്രീദേ ശ്രീയെ നൽകുന്നവൾ. 3നും സമാനമായ അർത്ഥമാണ്.
എല്ലാ ഐശ്വര്യങ്ങളെയും നീയാണ് നൽകുന്നത്. അപ്പൊ ഇവിടെ 3 തവണ ശ്രീ എന്ന് പറഞ്ഞതുകൊണ്ട് 3 തലത്തിലുള്ള ഐശ്വര്യങ്ങളും എന്ന് സൂചിപ്പിക്കാം. 3 തലം എന്ന് പറയുമ്പോൾ മുകളിലുള്ള ലോകത്തെ ഐശ്വര്യം, താഴെയുള്ള ലോകത്തെ ഐശ്വര്യം, ഭൂലോകത്തിലുള്ള ഭൂർഭുവസ്വഹ എന്ന 3 വ്യാഹൃതികളിലുമുള്ള ഐശ്വര്യത്തെ നൽകുന്നവളായതുകൊണ്ട് 3 തവണ ഈ പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നു. നമ്മുടെ അകത്തുള്ള തലത്തിൽ നോക്കിയാൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന 3 ശരീരമുണ്ട്. ആ 3 ശരീരത്തിനും മംഗളത്തെ ചെയ്യുന്നവളാണ്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 തലങ്ങളിലും മംഗളത്തെ ചെയ്യുന്നവളായതുകൊണ്ട് 3 സംബോധന ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള എന്നിൽ, ആ കിങ്കരനായ എന്നിൽ പ്രസാദിച്ചാലും എന്ന് 19ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ദരിദ്രതാ വ്യാധി ശമനം സുധനപ്രദം ശ്രീകരേ ശങ്കരേ ശ്രീദേ പ്രസീദമയി കിങ്കരേ. അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. പാർവതീശ പ്രസാദേന സുരേശ കിങ്കരേരിതം ശ്രദ്ധയാ യേ പഠിഷ്യന്തി പാഠയിഷ്യന്തി ഭക്തിതഃ സഹസ്രമയുതം ലക്ഷം ധനലാഭോ ഭവേ ധ്രുവം. പാർവതി ഈശ പ്രസാദേന, പാർവതിയുടെ ഈശൻ ശിവൻ, ശിവന്റെ പ്രസാദത്താൽ സുരേശ കിങ്കരേരിതം, സുരേശന്റെ കിങ്കരൻ. സുരേശൻ, സുരന്മാരുടെ ഈശൻ എന്ന ശബ്ദത്തിന് ഇന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇന്ദ്രന്റെ കിങ്കരൻ, കാരണം സുരന്മാരുടെ മുഴുവൻ സമ്പത്തിനെ പാലിക്കുന്നത് കുബേരനാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രന്റെ കിങ്കരനാണ് കുബേരൻ. എന്നാൽ സുരേശൻ എന്ന ശബ്ദം കൂടുതൽ ചേരുന്നത് എല്ലാ ദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന മഹാദേവനാണ്. മഹാദേവന്റെ കിങ്കരനാണ്. ആ കിങ്കരനാൽ ഈരിതമാണ്, പറയപ്പെട്ടതാണ്, സ്തുതിക്കപ്പെട്ടതാണ്. അപ്പോൾ പാർവതീശ പ്രസാദേന, ഈ സ്തോത്രം നമുക്ക് ലഭിച്ചത് ശിവനിൽ നിന്നാണ്. ഇവിടെ ശിവൻ എന്ന് നേരിട്ട് പറയാതെ പാർവതീശൻ എന്ന് പറഞ്ഞത് പാർവതിയുടെ കരുണ കൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടായത്. ആ ചോദ്യത്തിൽ ഭഗവാന് കരുണയുണർന്നത് കൊണ്ടാണ് നമുക്ക് മറുപടി ലഭിച്ചത്. അപ്പൊ പാർവതിയുടെയും ശിവന്റെയും പ്രസാദത്തിലാണ് നമുക്കിത് ലഭിച്ചത്. അങ്ങനെ നമുക്കിത് ലഭിക്കാൻ കാരണം കുബേരനാണ്. കാരണം കുബേരൻ ഇത് രേഖപ്പെടുത്തി വെച്ചു. പാർവതിയും ശിവനും സ്വകാര്യമായി സംസാരിച്ച കാര്യം സാധാരണക്കാരായ നമുക്ക് നൽകിയത് കുബേരനാണ്. അതുകൊണ്ട് സുരേഷ കിങ്കരേരിതം ശ്രദ്ധയാ, ഈ അങ്ങനെയുള്ള ഈ സ്തോത്രത്തെ ശ്രദ്ധയോടുകൂടി യേ പഠിഷ്യന്തി, ആര് പഠിക്കുന്നുവോ, അഥവാ പാഠയിഷ്യന്തി, പഠിപ്പിക്കുന്നുവോ. ഇവിടെ പാഠയിഷ്യന്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കുക. അപ്പൊ ഒന്നെങ്കിൽ തനിക്ക് അറിയില്ല, അപ്പൊ അറിയുന്നവരെ കൊണ്ട് പഠിപ്പിച്ച് അവര് പറയുന്നത് കേൾക്കുക. അതല്ലെങ്കിൽ തനിക്കറിയാം, അപ്പൊ അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ 2 അർത്ഥത്തിലും പാഠയിഷ്യന്തി. അപ്പോ ഒന്നെങ്കിൽ പഠിക്കുന്നത് കേൾക്കുക, അല്ലെങ്കിൽ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഭക്തിതഃ, ഭക്തിയോടൊത്ത്, ഭക്തിയോടുകൂടി. വെറുതെ പഠിച്ചാൽ പോരാ, ഭക്തി ഉണ്ടാവണം. സ്തോത്രങ്ങൾക്ക് അതിൻ്റെ ഊർജം നൽകുന്നത് ഭക്തിയാണ്. അപ്പൊ ഭക്തി നിറച്ചാൽ മാത്രമേ ആ സ്തോത്രത്തിന് പൂർണ്ണ ഫലം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി ആരിത് പഠിക്കുന്നുവോ. ഇനി ഭക്തിത ശ്രദ്ധയ എന്നുള്ളത് ചേർത്ത് വായിച്ചാൽ ഭക്തിയിൽ നിന്നും ജനിക്കുന്ന ശ്രദ്ധയോടുകൂടി എന്നർത്ഥം കിട്ടി. അപ്പൊ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ആ ശ്രദ്ധ, ആ വിശ്വാസം, അത് നമുക്ക് ഉണ്ടാവുന്നത് ഭക്തിയിൽ നിന്നാണ്. അങ്ങനെ ആരിത് പഠിക്കുന്നു അഥവാ പഠിപ്പിക്കുന്നുവോ അവർക്ക് സഹസ്രം അയുതം ലക്ഷം. സഹസ്രം എന്നാൽ 1000, അയുതം എന്നാൽ 10,000, ലക്ഷം എന്നാൽ 1,00,000. അപ്പോ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1000ന്റെ 10,000 ഇരട്ടിയുടെ ലക്ഷം ഇരട്ടി എന്ന കണക്കിൽ ധനലാഭോ ഭവേ ധ്രുവം, ധനലാഭം ഉണ്ടാവും. ധ്രുവം വളരെ പെട്ടെന്ന് തന്നെ, അതും ശാശ്വതമായത്. ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത് എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ടാവും ധനലാഭം. അത് നല്ല ഉറപ്പുള്ള ധനലാഭവുമായിരിക്കും. അതായത് ഒരിക്കൽ ലഭിച്ചാൽ പിന്നെ നഷ്ടപ്പെടില്ല. നമ്മൾ ജീവിതത്തിൽ പ്രയത്നത്തിലൂടെ നേടുന്ന പലതും കർമ്മദോഷം കൊണ്ടും കാലദോഷം കൊണ്ടും നഷ്ടപ്പെടാം. അത് അശാശ്വതങ്ങളാണ്. എന്നാൽ ഈ സ്തോത്രത്തിലൂടെ ആ അമ്മയുടെ പ്രസാദമായി നമുക്ക് ലഭിക്കുന്ന ധനം ശാശ്വതമാണ്. അതൊരിക്കലും നഷ്ടപ്പെടില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്തോത്രം നേടിത്തരും. അതും ഇത്രയും അധികമാണ്. അതുകൊണ്ടാണ് സഹസ്രമയുതം ലക്ഷം. കൃത്യമായൊരു കണക്കായിട്ട് അതിനെ എടുക്കണ്ട, ഒരുപാട് ധനം ലഭിക്കും എന്നർത്ഥം വന്നു. ഇതാണ് 20ാമത്തെ ശ്ലോകം. പാർവതീശ പ്രസാദേന സുരേഷ കിങ്കരേരിതം ശ്രദ്ധയാ യേ പഠിഷ്യന്തി പാഠയിഷ്യന്തി ഭക്തിതഃ സഹസ്രമയുതം ലക്ഷം ധനലാഭോ ഭവേ ധ്രുവം. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ്, 21ാമത്തെ ശ്ലോകമാണ്. ധനദായ നമസ്തുഭ്യം നിധിപത്മാധിപായ ച ഭവന്തു ത്വത്പ്രസാദാന്മേ ധനധാന്യാദി സമ്പദ. ആദ്യം ശ്ലോകത്തിന്റെ മഹിമ മുഴുവൻ പറയുന്ന ഫലശ്രുതി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സ്തോത്രം നമുക്ക് നൽകിയതാരാ? കുബേരനാണ്.
ആ കുബേരനെ നമസ്കരിക്കുന്ന മന്ത്രമാണ്. കാരണം കുബേരൻ സ്വയം ധനത്തെ നൽകുന്നവനാണ്. ആ കുബേരൻ ആ ധനം ആർജിക്കാനുള്ള വിധമായിട്ടുള്ള അമ്മയുടെ ഉപാസന നമുക്കിവിടെ പറഞ്ഞു തന്നു. മഹാദേവനും പാർവതി സംവാദ രൂപത്തിലുള്ളത്. അതുകൊണ്ട് ആ കുബേരനെ നമ്മളിവിടെ മന്ത്രം കൊണ്ട് നമസ്കരിക്കുകയാണ്. ധനദായ, ധനത്തെ നൽകുന്നവനായ കുബേരനായിക്കൊണ്ട് നമഃ തുഭ്യം, നിനക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. നിധി പത്മാധിപായച, നിധി പത്മം എന്നാൽ നമ്മുടെ സമ്പത്തിന്റെ കലവറ, ഖജനാവ് എന്ന് പറയും. അപ്പോൾ എല്ലാ ലോകത്തിൻ്റെയും സമ്പത്ത് ഏത് ഖജനാവിലാണോ സൂക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ അധിപനായിരിക്കുന്നവനാണ് കുബേരൻ. സുരന്മാരുടെ മുഴുവൻ സമ്പത്തിന്റെ അധിപതിയാണ്, ലോകത്തിന്റെ തന്നെ സമ്പത്തിന്റെ അധിപതിയാണെന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന കുബേരനായിക്കൊണ്ട്, ധനധനായിക്കൊണ്ട് നമസ്തുഭ്യം, നമസ്കാരത്തെ അർപ്പിക്കുന്നു. ത്വത് പ്രസാദാൻ, നിന്റെ പ്രസാദത്താൽ, മേ എനിക്ക്, ധനധാന്യാദി സമ്പദ ഭവന്തു, ധനം ധാന്യം തുടങ്ങിയിട്ടുള്ള എല്ലാ സമ്പത്തുകളും ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അഷ്ടലക്ഷ്മി ഭാവങ്ങളൊക്കെ പറയും, ലക്ഷ്മിയുടെ 8 ഭാവങ്ങൾ. അങ്ങനെയുള്ള എല്ലാ തരം ലക്ഷ്മിയും എന്നിൽ പ്രസാദിക്കട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും എനിക്കുണ്ടാവട്ടെ. അതാണ് ധനം ധാന്യം തുടങ്ങിയവ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം എനിക്കുണ്ടാവട്ടെ നിന്റെ പ്രസാദത്താൽ. കാരണം നിനക്ക് കരുണ തോന്നിയത് കൊണ്ടാണ് നീ ഇത് രേഖപ്പെടുത്തി ഞങ്ങൾക്ക് തന്നത്. അപ്പൊ ഞങ്ങൾ നിന്നോടുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നിന്റെ ആ ഒരു കരുണ കൊണ്ട് ലഭിച്ചിട്ടുള്ള ഈ സ്തോത്രത്തെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിക്കുന്നുണ്ട്. ആ ജപത്തിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടും. അത് നിന്റെ പ്രസാദം കൊണ്ട് കൂടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിനുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുന്നു എന്നർത്ഥത്തിൽ ധനധായ നമസ്തുഭ്യം നിധി പത്മാധിപായ ച ഭവന്തു ത്വത് പ്രസാദാൻമേ ധനധാന്യാദി സമ്പദ. ഇതൊരു മന്ത്രമായി തന്നെ എടുക്കാവുന്നതാണ്, കുബേരന്റെ മന്ത്രമായി തന്നെ എടുക്കാവുന്ന ഒരു ശ്ലോകമാണ്. ഇതായിരുന്നു 21ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. ഇത് ശ്രീ ധനലക്ഷ്മി സ്തോത്രം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ശ്രീ ധനലക്ഷ്മി സ്തോത്രം പൂർണ്ണമാകുന്നു. അപ്പൊ കുബേരന്റെ കൃപ കൊണ്ട്, പാർവതീദേവിയുടെ കരുണ കൊണ്ട്, മഹാദേവന്റെ ദയ കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ധനലക്ഷ്മി സ്തോത്രത്തെ ഒരു വലിയ പ്രസാദമായി തന്നെ, വലിയ അനുഗ്രഹമായി തന്നെ നമ്മൾ കാണണം. കാരണം ഇതിപ്പോൾ പറയാനൊരവസരം എനിക്കും കേൾക്കാനൊരവസരം നിങ്ങൾക്കും ലഭിക്കുന്നത് ആ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃതിയുണ്ടെന്ന് പോലും അറിയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അപ്പൊ നമുക്ക് ഈ അറിവ് നൽകുന്നത് തന്നെ ആ അമ്മയാണ്. അപ്പൊ ആ അമ്മയുടെ കരുണ നമ്മുടെ മേൽക്ക് പ്രവഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രഹിക്കണം. അപ്പൊ ആ ഒരു കൃതജ്ഞതയോടുകൂടി, അമ്മ ഇത്രയും കരുണയോടുകൂടി ഒരു സ്തോത്രം നമുക്ക് നൽകുമ്പോൾ അത് അത്രയും ശ്രദ്ധയോടുകൂടി ഉപാസിക്കേണ്ടതാണെന്നുള്ള ബോധത്തോടെ നമുക്ക് ഈ സ്തോത്രത്തെ ഉപാസിക്കാൻ, ജപിക്കാൻ സാധിക്കണം. അതിനുള്ള ഭാഗ്യം ആ അമ്മ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉപാസിച്ചുകൊണ്ട് നമ്മുടെ സ്വധർമ്മം എന്താണോ അത് ആചരിക്കുക. ആ സ്വധർമ്മം നമുക്ക് ചിലപ്പോൾ വിഗുണമായിട്ടൊക്കെ തോന്നാം, ഒരു പ്രയോജനവും ഇല്ലാത്തതായിട്ട് തോന്നാം. പക്ഷെ നമ്മുടെ സഹജമായ ധർമ്മമാണെന്നുള്ള ബോധത്തോടെ നമ്മളത് ചെയ്യണം. അതോടൊപ്പം അമ്മയെ ഇങ്ങനെ ഉപാസിക്കണം. അങ്ങനെ ഉപാസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളെയും, ഇപ്പൊ പല ആൾക്കാരും നന്നായി അധ്വാനിച്ചാലും അതിന്റെ ഫലം അവർക്ക് കിട്ടുന്നതായി കാണില്ല. അപ്പൊ അത് കാലദോഷമാണ്, കർമ്മദോഷമാണെന്നൊക്കെ പറഞ്ഞ് തപിക്കാനേ അവർക്ക് പറ്റൂ. എന്നാൽ അത്തരം എല്ലാ ദോഷങ്ങളെയും ഇല്ലാതെയാക്കാനുള്ള കാരുണ്യം, ശക്തി അമ്മയ്ക്കുണ്ട്. അപ്പൊ ഈ ഉപാസനയിലൂടെ നമ്മൾ അത്തരം ദൈവമായിട്ടുള്ള തടസ്സങ്ങളെയാണ് നീക്കുന്നത്. അതിലൂടെ നമ്മുടെ കർമ്മത്തിന് നല്ല പുഷ്ടിയുണ്ടായി നമുക്ക് നല്ല ധനം ലഭിക്കും, അതുറപ്പാണ്. ഈ ബോധത്തോടെ ഈ ഉപാസന നടത്തണം. അപ്പൊ ഈ സ്തോത്രം ജപിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഇത് മുഴുവൻ ജപിച്ചില്ലെങ്കിൽ പോലും അമ്മയെ സ്മരിക്കുന്ന സമയത്ത് നിത്യം ആ അമ്മയെ, ആ ധനലക്ഷ്മിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നിന്റെ കൃപയുണ്ടാവണേ എന്നൊന്ന് സ്മരിച്ചാൽ മാത്രം മതി. ജഗന്മാതാവായിരിക്കുന്ന അമ്മയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തിയെ, ആ സ്വധർമ്മത്തെ നന്നായി അനുഷ്ഠിക്കണം. അതിലൂടെ ആ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് നല്ലോണം അർത്ഥം ധനത്തെ സമ്പാദിക്കണം. നമുക്ക് സാധിക്കുന്നത്ര ധനം സമ്പാദിക്കണം. അതിലൊരു കുഴപ്പവുമില്ല, ഒരു മോശവുമില്ല. അങ്ങനെ ധനം സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അത് പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ ഇതൊന്നുമല്ല ഞാൻ നിത്യവസ്തുവാണെന്നുള്ള ബോധത്തിനുള്ള സാധനയും ചെയ്ത് ആ ബോധം നേടി അതിലുറയ്ക്കുകയും വേണം. അങ്ങനെ പരിപൂർണമായ എല്ലാ അർത്ഥത്തിലും അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ഭാഗ്യം ആ ഭഗവതി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധനലക്ഷ്മി സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ഭഗവതി നാരായണി ലക്ഷ്മി,
സരസ്വതീ ദേവി ത്വമേകം ശരണം മമ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.